നമസ്കാരം. സംസ്ഥാനത്ത് പേവിഷബാധയേറ്റ് മരിക്കുന്നവരുടെ എണ്ണം ആശങ്ക ഉയർത്തുകയാണ്. കഴിഞ്ഞ വർഷം 22 പേരാണ് പേവിഷബാധയേറ്റ് മരിച്ചത് എങ്കിൽ കഴിഞ്ഞ 5 മാസത്തിനിടെ മാത്രം മരിച്ചവരുടെ എണ്ണം 19 ആയിരിക്കുന്നു. ഈ മാസം ഇതുവരെ 2 പേർ മരിച്ചു. 5 മാസത്തിനിടെ 1,65,136 പേർക്ക് കടിയേറ്റു. നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ പാളുന്നുണ്ടോ? ഇവിടെയാണ് തിരുത്തൽ വേണ്ടത്. ന്യൂസ് ഈവനിംഗ് ചർച്ച ചെയ്യുന്നു പേവിഷബാധയിലെ ആശങ്ക. നമ്മോടൊപ്പം അതിഥികൾ കൂടി ചേരുന്നുണ്ട്. ഡോക്ടർ ജനൈസ് മുണ്ടോടൻ, അസിസ്റ്റന്റ് പ്രൊഫസർ കമ്മ്യൂണിറ്റി മെഡിസിൻ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മഞ്ചേരി. ഒപ്പം ശ്രീമതി ഹബീറ കൊല്ലം കുന്നിക്കോട് തിരുവനായ ആക്രമണത്തിൽ പേവിഷബാധയേറ്റ് മരിച്ച നിയ ഫൈസലിന്റെ ഉമ്മയാണ്. അതോടൊപ്പം ശ്രീ ജോസ് മാവേലി, ജനസേവാ ശിശുഭവന്റെ ചെയർമാൻ. ആദ്യം ഡോക്ടർ ജനൈസ് മുണ്ടോടനിലേക്കാണ്. ഡോക്ടർ, ഇപ്പോൾ ഈ അടുത്തുണ്ടാകുന്ന ഈ പേവിഷബാധയേക്കൽ അത് ആശങ്കപ്പെടുത്തുന്ന ഒന്നായി മാറുന്നുണ്ട്. ഈ കണക്കുകൾ തുടക്കത്തിൽ സൂചിപ്പിച്ചുവല്ലോ. അപ്പോൾ ഈ പേവിഷബാധ ഏൽക്കുന്ന മുഴുവൻ ആളുകളും മരിക്കുന്ന ഒരു സാഹചര്യം അതുണ്ടാകുന്നത്, അത്തരം ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ആശങ്ക ഉണ്ടാക്കുന്ന ഒന്നാണല്ലോ ഡോക്ടർ. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു ഡോക്ടർ ജനൈസ് മുണ്ടോടൻ? കഴിഞ്ഞ കുറച്ച് വർഷങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ, അതായത് 2016 മുതൽ 2020 വരെയൊക്കെ എടുക്കുമ്പോൾ ഒരു വർഷം 5 or 8 മരണങ്ങൾ സംഭവിച്ചത് 2021 മുതൽ ഓരോ വർഷം മരണത്തിന് എണ്ണം കൂടി വരുന്നുണ്ട്. പേവിഷബാധ ഏറ്റിട്ടുള്ള ആൾക്കാർ, അതായത് പേവിഷബാധ സ്ഥിരീകരിച്ചിട്ടുള്ള ഒരുവിധം എല്ലാവരും മരണപ്പെടുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിലുള്ള ചോദ്യം നമുക്ക് ഇവിടെ ഇത് രോഗം പ്രതിരോധിക്കാനുള്ള മാർഗത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളതാണ്. ഇതിപ്പോൾ എന്തുകൊണ്ട് ഇത് മരണങ്ങൾ കൂടി വരുന്നു എന്നുള്ള സംശയം വരുമ്പോൾ നമുക്ക് പല രീതിയിലും ആലോചിക്കാം. ഒന്ന് വരുന്നത് വാക്സിൻ്റെ ക്വാളിറ്റിയോ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ കോൾഡ് ചെയിൻ മെയിൻ്റനൻസിലോ അല്ലെങ്കിൽ അത് വാക്സിൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന രൂപത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ചുള്ള വിശദമായ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് ടീം വന്നിട്ട് അവരും നടത്തിയ പഠനത്തിൽ അവർ കണ്ടിട്ടുള്ളത് ഈ ഒരു കാര്യത്തിൽ പ്രശ്നം ഇല്ല എന്ന് തന്നെയാണ്. പിന്നെ വരാവുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് ഓരോ വർഷവും തെരുവുനായ കടി കിട്ടി വരുന്ന ആൾക്കാരുടെ എണ്ണം വളരെയധികം കൂടിയിട്ടുണ്ട്. അപ്പോൾ കടികളുടെ എണ്ണം കൂടുമ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ പ്രൊപ്പോർഷണലായിട്ട് മരണത്തിൻ്റെ എണ്ണം കൂടാനുള്ള സാധ്യത നമ്മൾ എന്തായാലും മുന്നിൽ കാണണം. അതായിരിക്കാം കാരണം. അത് തന്നെ വേണം നമ്മൾ കാരണമായിട്ട് കാണാൻ. ഇപ്പോൾ ഈ നമ്മുടെ മുൻപിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട കണക്കുകളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ മാസം ഇതുവരെ 2 മരണം, കഴിഞ്ഞ 5 മാസത്തിനിടെയാണെങ്കിൽ അത് 19 ഡോക്ടർ സൂചിപ്പിച്ച പോലെ തന്നെ. അതിനിടയിൽ ഒരു സംശയമുള്ളത്, അടുത്തിടെ ഉണ്ടായ 3 മരണം അത് പേവിഷബാധ ഏറ്റതാണോ ഈ മരണം എന്നുള്ള കാര്യത്തിലൊക്കെ സംശയമൊക്കെ ഉയരുന്നുണ്ട്. അപ്പോൾ ഈ പേവിഷബാധ ഏൽക്കുന്ന ആളുകൾ മുഴുവൻ മരിക്കുന്ന ഒരു സാഹചര്യം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ. അപ്പോൾ നേരത്തെ ഒരു സംശയം വരുന്ന നമ്മുടെ വാക്സിൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള തരത്തിലായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പഠനങ്ങളൊക്കെ നടന്നതാണ്. ആ വിദഗ്ധ സമിതി അത് പരിശോധിച്ചതാണ്. പക്ഷേ വാക്സിൻ്റെ പ്രശ്നമല്ല എന്ന് കണ്ടെത്തി. നേരിട്ട് ഈ കടിയേൽക്കുന്ന സാഹചര്യം, അതായത് ഇപ്പോൾ ഈ തലച്ചോറിലേക്ക് വൈറസുകൾ വളരെ പെട്ടെന്ന് എത്തുന്ന ഒരു സാഹചര്യം, അതാണല്ലോ ഈ സ്ഥിതി ഗുരുതരമാക്കുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെ ഒഴിവാക്കാൻ കഴിയും എന്നടക്കം അന്ന് നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ വാക്സിൻ്റെ കാര്യത്തിലല്ല പ്രശ്നം, മറിച്ച് ഈ മറ്റു കാര്യങ്ങളിലാണ് പ്രശ്നം നിലനിൽക്കുന്നത്, ഡോക്ടർ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പഠനങ്ങൾ നടന്നിട്ടുണ്ട്, ഒരുപാട് വിദഗ്ധ സമിതികളൊക്കെ നിയോഗിക്കപ്പെട്ടതാണ്. പക്ഷെ അതൊക്കെ ഫലപ്രദമാകാതെ പോകുന്നതിന് കാരണമായി ഡോക്ടർ കാണുന്നത് എന്താണ്? പ്രധാനപ്പെട്ട ഒരു കാരണം, നമുക്ക് മരണം സംഭവിക്കുന്ന കേസസ്, ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലെ മരണം നമ്മൾ എടുത്തു നോക്കുമ്പോൾ നല്ലൊരു ശതമാനം ആൾക്കാരും ഒന്നെങ്കിൽ അവർ ഇത് കടി കിട്ടിയ ഉടനെ മുറിവിന് ചുറ്റും എടുക്കേണ്ട കുത്തിവയ്പ്പുണ്ട്, അതെടുക്കുന്നതിൽ വരുന്നൊരു ഡിലേ ഉണ്ടാവാം. അല്ലെങ്കിൽ വാക്സിൻ മുറിവിന് ചുറ്റുമുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻ എടുത്തു, പക്ഷേ വാക്സിനേഷൻ ഫസ്റ്റ് ഡോസ് എടുത്തെങ്കിലും ബാക്കി ഡോസ് എടുക്കുന്നതിൽ എന്തെങ്കിലും ഡിലേ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബാക്കി ഡോസ് മിസ്സായിട്ടുണ്ടാവും. ഇങ്ങനത്തെ സാഹചര്യം പല കേസിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നടന്ന മരണത്തിൽ തന്നെ ഒരു ചെറിയ പട്ടിക്കുട്ടിയാണല്ലോ മാന്തിയത്, അതുകൊണ്ട് വാക്സിൻ എടുക്കാതെ പോയിട്ട് മരണമടഞ്ഞൊരു കേസും നമ്മളിപ്പോൾ 2 ദിവസം മുന്നേ കണ്ടതാണ്. പ്രധാനമായിട്ടും ഇങ്ങനെയാണ് കാണുന്നത്. ഇത് കൂടാതെ ഡയറക്റ്റായിട്ട് തലയിലോ മുഖത്തോ അല്ലെങ്കിൽ ചെവി ആ ഭാഗത്തൊക്കെ ആയിട്ടോ അവിടെ എങ്ങാനുമാണ് കടി കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഈ വൈറസ് നേരിട്ട് വന്ന് നമ്മുടെ നെർവ് സെൽസിലോട്ട് ഡയറക്റ്റ് അറ്റാച്ച് ആവാനും അതാണ് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ അതുവഴി നമ്മൾ വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാലും രക്ഷപ്പെടുത്താനുള്ള സാധ്യത കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇത് കൂടാതെ ഒരു പ്രശ്നം കൂടിയുണ്ട്. നമ്മൾ ഒരു കടി കിട്ടിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം,
ഇതാണ്, അതായത് മുറിവ് കഴിവതും പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ മുറിവ് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക എന്നുള്ളതാണ്. അപ്പോൾ നല്ല ആഴത്തിലുള്ള മുറിയാണ് എന്നുണ്ടെങ്കിൽ പലപ്പോഴും സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, പ്രത്യേകിച്ച് മുഖത്തോ കണ്ണിന് ചുറ്റുമൊക്കെ ഉള്ള മുറിയാണെങ്കിൽ നല്ല രീതിയിൽ സോപ്പിട്ട് കഴുകാൻ മിക്കപ്പോഴും അത് മുഴുവനായിട്ട് ചെയ്തു എന്ന് വരില്ല. ഇതും ഒരു കാരണമാവാം നമുക്ക് ഈ വൈറസിനെ നേരത്തെ നശിപ്പിച്ച് കളയാൻ പറ്റാത്ത സാഹചര്യം എത്തുന്നതിനൊരു കാരണം ഇതുമാവാം. ശരി ഡോക്ടർ, ദയവായി തുടരുക. ഇപ്പോൾ നമ്മളൊപ്പം ശ്രീമതി ഹബീറ ചേരുന്നുണ്ട്. ശ്രീമതി ഹബീറ, ഇപ്പോൾ ആ വേദന അത് നമ്മുടെ മുൻപിലുള്ള ഒന്നാണ്, അതിന് പകരം വയ്ക്കാൻ ഒന്നുമില്ല. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് പറയാമോ? എൻ്റെ മോളെ 8-ാം തീയതിയാണ് പട്ടി കടിക്കുന്നത്. അന്ന് ഞങ്ങൾ ഇവിടുന്ന് കൈ ഫുള്ള് കഴുകി, കൈ നല്ലപോലെ കഴുകി ഇവിടെ ഹെൽത്തിലോട്ടാണ് കൊണ്ടുപോയത്. കാരണം അവിടെ റാബിസ് വാക്സിൻ ഉള്ളത് കൊണ്ട് നേരെ ഞങ്ങൾ അതും ഒരു ഡിലേ ആവണ്ട എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ ഹെൽത്തിൽ കൊണ്ടു ചെന്നു. ഹെൽത്തിൽ കൊണ്ടു ചെന്ന പാടെ ഞാൻ ടോക്കൺ എടുക്കാൻ പോയ നേരത്തിന് അവർ പറഞ്ഞു ഒന്നുകൂടെ കൈ കഴുകുക എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ കൊണ്ടുപോയി കൈ നല്ലപോലെ കഴുകിച്ചു. കുറേ നേരം സോപ്പിട്ട് അവിടെ വെച്ച് തന്നെ കൈ കഴുകി നല്ലപോലെ ക്ലീൻ ചെയ്ത് ഡോക്ടറെ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ പറഞ്ഞു റാബിസ് വാക്സിൻ എടുക്ക്, എന്നിട്ട് നിങ്ങൾ നേരെ താലൂക്കിലേക്ക് പോകാൻ പറഞ്ഞു. അവിടെ ഒട്ടും താമസം നമ്മൾ വരുത്തിയില്ല. അവിടെ തന്നെ പെട്ടെന്ന് തന്നെ വാക്സിനും എടുത്ത് അവിടുന്ന് എമർജൻസി പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് പോവുമായിരുന്നു. അവിടെ ചെന്ന് കുഞ്ഞിനെ ഞാൻ എടുത്തോണ്ടാണ് പോകുന്നത്. കാരണം അവൾ അത്രത്തോളം പേടിച്ച് ഭയന്നുള്ള ഒരവസ്ഥയായിരുന്നു എൻ്റെ കുഞ്ഞിന്. ഞാൻ എടുത്ത് കാഷ്വാലിറ്റിയിലാണ് നേരെ കൊണ്ട് കയറിയത്. കാരണം ഒരാളിനെ എമർജൻസി കൊണ്ട് കയറുമ്പം ടോക്കൺ എടുക്കണം അന്ന് നമ്മളൊന്നും ചിന്തിക്കുന്നില്ലല്ലോ. നമ്മൾ നേരെ കൊണ്ട് ചെന്നപ്പം അവിടെ ഇരുന്ന സെക്യൂരിറ്റി പറഞ്ഞു OP ടിക്കറ്റ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. OP ടിക്കറ്റ് എടുത്തുകൊണ്ട് വന്നെങ്കിൽ മാത്രമേ ഡോക്ടറെ കാണാൻ പറ്റുള്ളൂ. അത് എടുത്തുകൊണ്ട് വരുന്നിടം വരെ ഞാൻ എൻ്റെ കുഞ്ഞിനെ അവിടെ എടുത്ത് വെയിറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് കാഷ്വാലിറ്റി ഡോക്ടറിൻ്റെ റൂമിൽ കയറി കാണിച്ചു. അവർ ആ കൈ പിടിച്ചൊന്ന് നോക്കുമോ, എത്രത്തോളം മുറിവുണ്ടോ അതൊന്നും ചെക്ക് ചെയ്തില്ല. അവർ ജസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞ് ആ മുറിവുണ്ട്, സ്റ്റിച്ച് ഇടണം, പിന്നെ അത് പീഡിയാട്രിക് സർജനെ കൊണ്ടേ പറ്റുള്ളൂ, ഒരു കാര്യം ചെയ്യും ഇവിടുത്തെ സർജനെ ഒന്ന് കൊണ്ട് കാണീര്. അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടർ കൈ കഴുകിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നല്ലപോലെ 2 പ്രാവശ്യം കൈ കഴുകിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ ടെസ്റ്റ് ഡോസ് എടുത്തിട്ട് കൊണ്ടുപോയി കാണിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇല്ല ഡോക്ടർ 1 മണിയാകുമ്പോഴത്തേക്ക് പോവും, നിങ്ങൾ കൊണ്ടുപോയി കാണിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്നാണ് ഡോക്ടറിൻ്റെ അടുത്തേക്ക് എടുത്തുകൊണ്ട് പോയി. ശരി, എമർജൻസി എൻ്റെ കുഞ്ഞിനെ ഇങ്ങോട്ട് വന്ന് നോക്കാമായിരുന്നല്ലോ, ഞാൻ അങ്ങോട്ടാണ് കൊണ്ടുപോയി കാണിച്ചത്. അങ്ങനെ അവിടെ കൊണ്ട് കാണിച്ചപ്പോൾ അവിടെയും പേഷ്യൻസ് ഉണ്ടായിരുന്നു. പേഷ്യൻ്റ് ഇറങ്ങിയതിന് ശേഷം എൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് കുട്ടികളെ നോക്കി പരിചയമില്ല, നിങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് പോകും, ജസ്റ്റ് പീഡിയാട്രിക് സർജൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രം മതി, അത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ വന്ന് 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റിച്ച് ഇട്ട് തരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം അത് എഴുതി താഴെ വന്ന് ഇഞ്ചക്ഷൻ റൂമിൽ പോയി. ഇഞ്ചക്ഷൻ റൂമിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ പേഷ്യൻസ് ഉണ്ടെന്ന് അറിച്ചു. ആ പേഷ്യൻസ് എല്ലാം നിൽക്കുക തന്നെ കുഞ്ഞിനെ കൊണ്ട് കയറ്റിയപ്പോഴത്തേക്കും അവിടെ ഇരുന്ന സിസ്റ്റർ പറഞ്ഞു ഈ ഫയൽ ഫുള്ള് ഫില്ല് ചെയ്ത് കൊണ്ട് തന്നെങ്കിൽ മാത്രമേ ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. അതും എല്ലാം ഫില്ല് ചെയ്ത് അവളുടെ വെയിറ്റ് നോക്കി അതും നമ്മൾ തന്നെ എഴുതി കൊടുത്തതിന് ശേഷമാണ് അവർ ടെസ്റ്റ് ഡോസ് എടുക്കുന്നത്. അപ്പോഴേക്കും 1:20 എൻ്റെ മോക്ക് ടെസ്റ്റ് ഡോസ് എടുക്കുമ്പോൾ തന്നെ 1:20. എൻ്റെ മോക്ക് പട്ടി കടിക്കുന്നത് തന്നെ ഒരു 12 മണി ആ ഒരു ടൈമിലാണ്. 1:20 ടെസ്റ്റ് ഡോസ് എടുക്കുന്നത് തന്നെ. അവിടുന്ന് ഞങ്ങൾ ടെസ്റ്റ് ഡോസ് എടുത്ത് അപ്പോഴും അവൾക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. ഡോക്ടറെ പിന്നെയും ഞാൻ പോയി കണ്ടിട്ട് പറഞ്ഞു ഡോക്ടറെ ഇതുപോലെ മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്ന് പറഞ്ഞ് എമർജൻസി പോട്ടെ, അത് നാളെ പോയാലും മതി, അവളുടെ മുറിവിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ടാണ് 2 ദിവസം കഴിഞ്ഞ് വന്ന് ഇവിടെ തന്നെ സ്റ്റിച്ച് ഇടാമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു പ്രൈവറ്റിൽ പോയാൽ മതിയോ? ശരി, നിങ്ങൾ പ്രൈവറ്റിലായാലും ഒരു ഒപ്പീനിയൻ മതിയല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി 1 മണിക്കൂർ എടുത്ത് അപ്പോഴത്തേക്കും ഞങ്ങൾ കൊണ്ടുപോയി കാണിച്ചപ്പോൾ പറഞ്ഞു ശരി നിങ്ങൾ ഇഞ്ചക്ഷൻ റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ ഒരു സ്റ്റാഫില്ല, ആകെ വേറൊരു നേഴ്സന്മാരില്ല, സ്റ്റാഫ് നിൽക്കുന്നു. അവിടെ പറഞ്ഞു ഇല്ല ഡ്രസ്സിങ് റൂമിലാണ് ഇഞ്ചക്ഷൻ എടുക്കേണ്ടതെന്ന് പറഞ്ഞു. അവിടെയും പോയി കുറേ നേരം ഇരുന്നു. അപ്പോഴെല്ലാം എൻ്റെ കുഞ്ഞൊരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത രീതിയിൽ ഭയന്ന് വേദനയോടാണ് അവിടെ ഇരിക്കുന്നത്. 2 പ്രാവശ്യം ചെന്ന് ചോദിച്ചു ഡോക്ടർ എപ്പോൾ വരും? അതിപ്പോൾ വരും, അവിടെ ഇരിക്കൂ, ഇപ്പോൾ വരും. ഞാൻ ചെന്ന് ടെസ്റ്റ് ഡോസ് എടുത്ത്
കാണിച്ചപ്പം ആ ഡോക്ടറിന് എൻ്റെ കൂടെ വന്ന് എൻ്റെ കുഞ്ഞിന് ഇഞ്ചക്ഷൻ എടുക്കാവുന്നതേ ഉള്ളൂ. അതിൽ കൂടുതലായിട്ട് അവിടെ വേറെ ഒന്നുമില്ല, ഒന്നും സംഭവിക്കാനില്ല ആ ഹോസ്പിറ്റലിൽ. അവർക്ക് എൻ്റെ കൂടെ വന്ന് എൻ്റെ കുഞ്ഞിന് ആ ടൈമിൽ തന്നെ ഇഞ്ചക്ഷൻ എടുക്കാവുന്നത്, പക്ഷെ അത് ചെയ്തില്ല. കൊണ്ടുപോയി കാണിച്ച ആ ഡോക്ടറല്ല എൻ്റെ കുഞ്ഞിന് ഇഞ്ചക്ഷൻ എടുത്തേക്കുന്നത്. അവിടെ വെയിറ്റ് ചെയ്തു. ആ ഒരു ലേഡി വന്നു. ലേഡി വന്നതിന് ശേഷം അവിടെ നിന്നൊരാൾക്ക് കാല് ഡ്രസ്സ് ചെയ്തതിന് ശേഷം പോകാൻ നേരം ഞാൻ ചോദിച്ചു, ഡോക്ടർ എൻ്റെ കുഞ്ഞിന് വാക്സിൻ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു കേസ് എന്തുവാ? അത് പട്ടി കടിച്ച കേസാണ്. ശരി, അതങ്ങോട്ട് കയറ്റി. ആ മുറിവൊന്ന് നോക്കുവോ, അത് എത്രത്തോളം ആഴമുള്ള മുറിവാണോ എന്നൊന്നും ആ ലേഡി നോക്കിയില്ല. അവിടെ കയറ്റി ഇരുത്തി. എൻ്റെ കുഞ്ഞിന് 19 കിലോ ഉണ്ട്. ആ 19 കിലോ കുഞ്ഞിന് വാക്സിൻ അവർ എഴുതിയിരിക്കുന്നത് 2.5 ml വാക്സിനാണ്. ആ വാക്സിൻ ആ സിറിഞ്ചിൽ ലോഡ് ചെയ്തിട്ട് അവർ മുറിവ് പിടിച്ചു നോക്കുന്നില്ലേ, ഞാനാണ് കൈ നീട്ടി വെച്ച് കൊടുക്കുന്നത്. ആ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ ആ മുറിവിനകത്തൂടെ ആ മരുന്ന് പുറത്തു പോയി. അതൊരു നല്ല മുറിവായതുകൊണ്ട് തന്നെ ആ മുറിവ് മരുന്ന് പുറത്തു പോയി. ഞാൻ അത് കഴിഞ്ഞതിന് ശേഷം ബാക്കിൽ മുറിവ് കാണിച്ചു കൊടുത്തു. ഡോക്ടർ ബാക്കിൽ ഒരു മുറിവുണ്ടെന്ന് കാണിച്ചപ്പോഴാണ് അവിടെ ഇഞ്ചക്ഷൻ എടുക്കുന്നത്. ബാക്കിയുള്ള മുറിവിനകത്തെല്ലാം മരുന്ന് ഒഴിച്ചു കളയുക ചെയ്ത്, അതിലൊന്നും ഇഞ്ചക്ഷൻ എടുത്തിട്ടില്ല. എന്നിട്ട് ഞാൻ എടുത്ത് ചോദിച്ചു, ഡോക്ടറെ മരുന്ന് പുറത്ത് പോയല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറയാം, അവളുടെ വെയിറ്റിനനുസരിച്ചുള്ള ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്, ബാക്കി മരുന്നും മുറിവിൻ്റെ പുറത്ത് ഒഴിച്ചു കളഞ്ഞേക്കുകയാണെന്ന്. പിന്നെ എങ്ങനെ എൻ്റെ കുഞ്ഞ് രക്ഷപ്പെടുന്നത്? പിറ്റേന്ന് അന്ന് ആ അത്രയും വേദനയിൽ തിരിച്ച് വരാൻ നേരത്ത് വീണ്ടും കയറി ഡോക്ടറെ കണ്ടിട്ട് ഡ്രസ്സ് ചെയ്യണ്ടേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ്, നിങ്ങൾ കൈ കഴുകിയില്ലേ, ഞങ്ങൾക്ക് ഡ്രസ്സ് ചെയ്യാനുള്ള അനുവാദം ഒരു ഇതില്ല, അത് പീഡിയാട്രിക് സർജനാണ് ചെയ്യേണ്ടത്. ജസ്റ്റ് അവർക്കൊന്നും ക്ലീൻ ചെയ്യാമായിരുന്നല്ലോ. ആ മുറിവ് ക്ലീൻ ചെയ്തതുപോലുമില്ല. വേണ്ട ഒരു പെയിൻ കില്ലർ പോലും എൻ്റെ കുഞ്ഞിന് അവർ അന്ന് കൊടുത്തില്ല, ഒരു ആൻറ്റിബയോട്ടിക് അല്ലാതെ. ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് എൻ്റെ കുഞ്ഞിൻ്റെ കൈ ഞാൻ കെട്ടി അനക്കാതെ വെച്ച് അന്ന് രാത്രി മൊത്തം കഴിച്ചു കൂട്ടിയത് എൻ്റെ കുഞ്ഞ്. നമ്മുടെ നാട്ടിലെങ്ങും ഒരു പീഡിയാട്രിക് സർജൻ ഇല്ല. ഇത്രയും വലിയ ഹോസ്പിറ്റലിൽ കെട്ടിയിട്ടിട്ട് അവിടെ ഒരു പീഡിയാട്രിക് സർജൻ ഇല്ല എന്ന് പറഞ്ഞാൽ ശരി, തുടരുക. മെഡിസിറ്റി പിറ്റേന്ന് കൊണ്ട് അവിടെ ചെന്നിട്ട് ഞാൻ ഡോക്ടറോട് ഫസ്റ്റ് ചോദിക്കുന്നത്, അതെ, നമുക്ക് അതിലേക്ക് വരാം. ഫസ്റ്റ് ചോദിക്കുന്നത്, ഡോക്ടർ ഈ മുറിവ് സ്റ്റിച്ച് ചെയ്യണ്ടേന്നാ ചോദിക്കുന്നത്. അത് വ്യക്തമാണ് ഹബീറ. ഹബീറ പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ ഹബീറയിലേക്ക് എത്താം. നമുക്ക് ഡോക്ടറോടൊന്ന് അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊന്ന് ചോദിച്ച ശേഷം എത്താം. ഡോക്ടർ ജനൈസ് മുണ്ടോടൻ, ഇപ്പോൾ ശ്രീമതി ഹബീറ പറയുകയുണ്ടായല്ലോ, ഈ പേവിഷബാധ അല്ലെങ്കിൽ പട്ടി കടിച്ചിട്ടുണ്ടെങ്കിൽ ഈ തുടക്കത്തിൽ നമ്മൾ നൽകുന്ന ചികിത്സ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണല്ലോ. അതിൽ ഇങ്ങനെ വളരെ വേഗത്തിൽ അത് നൽകേണ്ടതാണ്, അവിടെ ഒരു പാളിച്ചയും ഉണ്ടായിക്കൂടാ. അപ്പോൾ ഈ ആശുപത്രികളിലേക്ക് എത്തുമ്പോൾ അവിടെ ഈ നടപടിക്രമങ്ങളുടെ കാര്യത്തിൽ താമസം വരുന്നു എന്ന് പറയുമ്പോൾ അത് ഈ പ്രാഥമികമായി നൽകുന്ന ചികിത്സയെ ബാധിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ അത്തരം പ്രതിബന്ധങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതില്ലേ? അങ്ങനെ നടപടിക്രമങ്ങളടക്കം തടസ്സം നേരിടുന്ന ഒരു സാഹചര്യം നമ്മുടെ ഈ ആശുപത്രികളിലൊക്കെ ഉണ്ടോ ഡോക്ടർ? എൻ്റെ അറിവിൽ ഞാനിപ്പോൾ വർക്ക് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലെല്ലാം വെച്ച് നോക്കുമ്പോൾ നമ്മളെപ്പോഴും ചെയ്യാറുള്ളത്, പേഷ്യൻ്റ് ഇപ്പോൾ കാഷ്വാലിറ്റിയിൽ നിന്ന് ഇപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അതായത് പേവിഷബാധയ്ക്കുള്ള ക്ലിനിക്കിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ഉറപ്പ് വരുത്തുന്ന നമ്മൾ വിശദമായിട്ട് ഹിസ്റ്ററി എടുക്കുന്നു. കാരണം ഇതൊരു വാക്സിൻ എടുക്കേണ്ട കേസാണോ അല്ലെങ്കിൽ ഇമ്യൂണോഗ്ലോബുലിൻ എടുക്കേണ്ട കേസാണോ അല്ലേ എന്നുള്ള ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം വിശദമായിട്ടൊരു ഹിസ്റ്ററി എടുക്കുന്നു. ഉടനെ ഉണ്ടെന്നുള്ള ഉറപ്പ് വരുത്തി അതിൻ്റെ കൂടെ അവർ മുറിവ് ശരിയായ രീതിയിൽ കഴുകിയിട്ടുണ്ടോ എന്നുള്ള ഉറപ്പ് വരുത്തുന്നു. മുറിവ് കഴുകിയതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും മുറിവ് മിസ്സായിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ രണ്ടാമത് അത് കഴുകാനുള്ള സൗകര്യങ്ങൾ നമ്മൾ അവിടുന്ന് ചെയ്തു കൊടുക്കുന്നു. അവർ മുറിവ് കഴുകി മുറിവ് കഴുകിയെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞിട്ട് പിന്നെ എടുക്കുന്നതാണ് ഇമ്യൂണോഗ്ലോബുലിൻ എടുക്കുന്നത്. ടെസ്റ്റ് ഡോസ് എടുത്തു കഴിഞ്ഞ് ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഫുൾ ഡോസ് എടുക്കാൻ പറ്റുള്ളൂ. കാരണം റിയാക്ഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കണം. ഇത് കൂടാതെ മുറിവ് കുറച്ച് വലുതാണെങ്കിൽ നമ്മൾ കഴിവതും സ്യൂച്ചർ ചെയ്യുന്ന അവോയ്ഡ് ചെയ്യാതിരിക്കാറുണ്ട്. സ്യൂച്ചർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ശരിയായ പോളിസി. ചില സാഹചര്യത്തിൽ ചിലപ്പോൾ സ്യൂച്ചർ ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ പോലും നമ്മളൊരു 48 മണിക്കൂർ കഴിഞ്ഞിട്ട് സ്യൂച്ചർ ചെയ്യാറുള്ളൂ. ഇതാണ് അതിൻ്റെ ഒരു ജനറൽ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ ഉള്ളത്. എവിടെയും ഡിലേ വരുത്താത്ത രൂപത്തിൽ തന്നെ വേണം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. നമുക്ക് പ്രത്യേകിച്ച് വളരെ ഡീപ്പായിട്ടുള്ളൊരു മുറിവാണെങ്കിൽ അതിൽ നിന്ന് അവിടെ ഒരു പേവിഷബാധയിൽ നിന്ന് ആളെ രക്ഷിക്കാൻ വേണ്ടി ഇത്രയും കാര്യങ്ങൾ ഡിലേ ഇല്ലാതെ ചെയ്യേണ്ടത് തന്നെയാണ്. ഇപ്പോൾ ശ്രീമതി ഹബീറ നേരത്തെ പറഞ്ഞ ഡോക്ടർ കേട്ടതാണല്ലോ. അപ്പോൾ അവിടെ ഈ നടപടിക്രമങ്ങളിൽ ചില കാലതാമസങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ള തരത്തിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ടല്ലോ ഹബീറ. ഇപ്പോൾ ഈ അവിടെയുള്ള ആരോഗ്യ പ്രവർത്തകർ അവർ കൂടി
ഗൗരവത്തിൽ ഈ വിഷയത്തിൽ ഇടപെടേണ്ടതാണല്ലോ. അപ്പോൾ ചിലപ്പോൾ വ്യക്തികൾക്കനുസരിച്ച് ആ ഇടപെടലിൻ്റെ ഒരു സ്വഭാവമൊക്കെ ചിലപ്പോൾ മാറാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ പൊതുവേ പുലർത്തേണ്ട ഒരു ജാഗ്രതയുണ്ടല്ലോ. അത്തരമൊരു ജാഗ്രത നമ്മുടെ എല്ലാ ആശുപത്രികളിലും നിലനിൽക്കുന്നില്ലേ ഡോക്ടർ? അവിടെ എന്തെങ്കിലും വീഴ്ചയുണ്ടോ? എൻ്റെ അറിവിൽ ഞാനിപ്പോൾ ഈ റേബീസിനോട് ബന്ധപ്പെട്ടുള്ള ട്രെയിനിങ് നമ്മൾ സ്ഥിരമായിട്ട് എടുക്കാറുള്ളതാണ്. നമ്മളെപ്പോഴും എല്ലാ ട്രെയിനിങ്ങിനകത്തും പ്രത്യേകിച്ച് എടുത്ത് പറയുന്ന ഒരു കാര്യമാണ് ഈ ഡിലേ വരരുത് എന്നുള്ളതും, പിന്നെ ഒരു പോയിന്റിലും ഡിലേ വരരുത് എന്നുള്ളതും, അതിലേറെ ഈ മുറിവ് നല്ല രീതിയിൽ കഴുകിയിട്ടുണ്ടെന്നുള്ളതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തുക എന്നുള്ളത്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള സാഹചര്യത്തിൽ വെച്ചാൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനകത്ത് ഞാൻ കണ്ടെടുത്തോളം ഒരു ഡിലേ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റൽസിൽ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഈ സ്പെസിഫിക് സിനാരിയോയെ കുറിച്ച് പറയാൻ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. അതാണ് പ്രശ്നം. ശരി, താങ്കൾ തുടരുക ഡോക്ടർ. ഇപ്പോൾ ശ്രീ ജോസ് മാവേലി കൂടി ചേർന്നുണ്ട്. അദ്ദേഹം ജനസേവ ശിശുഭവൻ്റെ ചെയർമാനാണ്. ശ്രീ ജോസ് മാവേലി, ഇപ്പോൾ ഈ തെരുവുനായ ശല്യം ഇല്ലാതാക്കുക എന്നത് നമ്മൾ ഇത്തരത്തിൽ വാർത്തകൾ വരുമ്പോൾ ഓരോ സമയത്തും ചർച്ച ചെയ്യുന്ന കാര്യമാണ്. ഈ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ പക്ഷേ തെരുവുനായ്ക്കളുടെ എണ്ണം അത് സംസ്ഥാനത്ത് കൂടുകയാണ്. 2017 നമ്മൾ കണക്കുകൾ പരിശോധിച്ചാൽ കടിയേറ്റവരുടെ എണ്ണം അത് 1.35 ലക്ഷമായിരുന്നു. 2018 ആകുമ്പോൾ അത് 1.48 ലക്ഷമാകുന്നുണ്ട്. 2019 1.61 ലക്ഷം പേർ. അപ്പോൾ ഇങ്ങനെ ഓരോ വർഷവും പരിശോധിക്കുകയാണെങ്കിൽ ഈ തെരുവുനായ്ക്കളുടെ ഉൾപ്പെടെ കടിയേൽക്കുന്നവരുടെ എണ്ണത്തിൽ വലിയ വർധനയാണ് ഉണ്ടാകുന്നത്. ഈ തെരുവുനായ്ക്കളുടെ ശല്യം ഒഴിവാക്കുന്ന കാര്യത്തിൽ, അത് തടയുന്ന കാര്യത്തിൽ പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണമെന്നൊക്കെ നമ്മൾ കാലാകാലങ്ങളിൽ ചർച്ച ചെയ്യുന്നതാണ്, നടപടികൾ ആവിഷ്കരിക്കുന്നതാണ്, പദ്ധതികൾ ആവിഷ്കരിക്കുന്നതാണ്. പക്ഷേ അതൊക്കെ പാളിപ്പോവുകയാണല്ലോ ശ്രീ ജോസ് മാവേലി. ഇവിടെ ഒരു എന്താ പറയുക, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട് ഇപ്പോൾ എന്താണ്, തെരുവ് പട്ടികളുടെ നാടായി മാറി. ഇവിടെ 24 ചാനലിൻ്റെ ഈ ചർച്ചയിൽ നിയാമോളുടെ അമ്മ സബീറ സിസ്റ്റർ പറഞ്ഞ കാര്യങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ കേൾക്കുമ്പോൾ ആ അമ്മയുടെ സങ്കടം, ആ കൊച്ച് നിയാമോള് എന്ന് പറഞ്ഞാൽ മാലാഖ കൊച്ച് മരണപ്പെട്ടു. വളരെ സങ്കടത്തിൽ അമ്മ ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്ര നാളായി ആ അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അവസാനം വരെ ആ അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ നിയാമോളെ എന്ന ആ കൊച്ചിനെ പോലെ തന്നെ ആയിരക്കണക്കിന് ആളുകളെയാണ് ഇവിടെ ഓരോ മാസവും ഇങ്ങനെ കടിച്ചു കയറുന്നത് തെരുവുനായ്ക്കൾ. ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ സബീറ സിസ്റ്റർ പറഞ്ഞു. എന്ത് കഷ്ടം എന്ന് പറയുമ്പോൾ ആ പാവം ആ അമ്മ ഈ കൊച്ചിനെ കൊണ്ട് അവിടെ ഇരുന്ന് എന്തുമാത്രം കഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിനെ എനിക്ക് കുറ്റം പറയാൻ പറ്റുന്നില്ല. ഇവിടുത്തെ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ആളുകൾക്ക്, അതിന് മാത്രം ആളുകൾ ഇന്ന് രോഗികളാണ് പല വിധത്തിലും. അപ്പോൾ പനി അതുപോലെ പല അസുഖങ്ങളും വന്നിട്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ആശ്രയിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഞാനിപ്പോൾ പല പ്രാവശ്യം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകാറുണ്ട്. അങ്ങനെ ചെല്ലുമ്പോൾ അവിടെ കാണുന്ന കാഴ്ച എല്ലായിടത്തും ക്യൂ ആണ് ഡോക്ടർമാരെ നിൽക്കാനായിട്ട്. അപ്പോഴാണ് തെരുവ് പട്ടി കടിക്കുന്ന ഒരാൾ കുറേ പേര് അവിടെ ചെല്ലണത്. അപ്പോൾ എന്താണ് സ്ഥിതി? അവർക്ക് ആർക്കും ഇവരെ നോക്കാൻ പറ്റുന്നില്ല. ഡോക്ടർമാർ മാത്രം നമ്മൾ അടച്ച് ആശുപത്രിയിൽ കാര്യമില്ല, അവർക്കുള്ള ഫെസിലിറ്റി അവിടെ കൊടുക്കുന്നില്ല. ഇനിയിപ്പോൾ വാക്സിൻ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നമുക്കിപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ ഒരു വലിയ സങ്കടം എനിക്ക് പറയാനുള്ളത്, ഞാൻ പല കേസുകളും തെരുവുപട്ടികൾ കടിക്കുന്ന ആളുകളെ എന്നെ വിളിച്ച് പറയുമ്പോൾ എവിടെ പോകണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകാൻ പറയും. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവർ പറയുന്നത്, സങ്കടപ്പെട്ട് പറയുന്നത് അവിടെ വാക്സിൻ ഇല്ല എന്നാണ് പറയണത്. പിന്നെ എന്ത് ചെയ്യും? പിന്നെ മെഡിക്കൽ കോളേജിലേക്ക് വിടുന്നു. അങ്ങനെയൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ വളരെ ആളുകൾ പട്ടി കടിച്ചാൽ തന്നെ അതിന് രക്ഷപ്പെടാൻ പോലും പറ്റുന്നില്ല. ഇവിടെ ദിവസേന 100 കണക്കിന് ആളുകളെ പട്ടി കടിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ നോക്കിയാലും തെരുവ് പട്ടികൾ, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ആട്, കോഴി, താറാവ് എന്ന് കൃഷി ചെയ്തിരിക്കുന്ന പാവപ്പെട്ട ജനങ്ങളെല്ലാം അത് നശിപ്പിച്ച് കളഞ്ഞു. ഇവിടെ ഇപ്പോൾ ടൂറിസം പറയുന്നില്ലേ, ഇതിപ്പോൾ ടൂറിസം എങ്ങനെ ഉണ്ടാവും? ഇവിടെ എവിടെ നോക്കിയാലും, ഏത് പ്രദേശത്ത് നോക്കിയാലും തെരുവുപട്ടികളായി. ബസ് സ്റ്റാൻഡുകൾ നിറഞ്ഞിരിക്കുകയാണ്, റെയിൽവേ സ്റ്റേഷനിൽ നിറഞ്ഞിരിക്കുകയാണ്. ഈവൻ എയർപോർട്ടിൽ അടക്കം തെരുവുപട്ടികൾ വാഴുകയാണ്. എങ്ങനെ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റും? പാവപ്പെട്ട നടന്നു പോകുന്ന കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. കുട്ടികൾ എങ്ങനെ പോകുന്നു? പേടിച്ച് പറിച്ചാണ് ഓരോ ദിവസവും രക്ഷിതാക്കൾ കുട്ടികളെ കൊണ്ടുവന്നാക്കണത്. അത്രയ്ക്കും ഭയാനകമാണ്. ഭയാനകം എന്ന് വെച്ചാൽ ഭയാനകം. ഇത് നിസ്സാരകരിക്കുന്നത് വളരെ കഷ്ടമാണ്. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ, ഞാനിപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അടച്ച് ആക്ഷേപിക്കുകയാണ്. ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും ഈ തെരുവ് പട്ടികളുടെ കാര്യത്തിൽ മുന്നോട്ട് വരുന്നില്ല. എന്താണ് ഇവരുടെ അജണ്ട? ഇവരുടെ അജണ്ട ഒന്ന് മാറ്റൂ. ഇപ്പോൾ വിപ്ലവ പാർട്ടികൾ, യുവജന പ്രസ്ഥാനങ്ങൾ, ഇപ്പോൾ SFI, KSU, DYFI, യൂത്ത് കോൺഗ്രസ്, അതുപോലെ തന്നെ ABVP, യുവമോർച്ച എന്നീ പറഞ്ഞ യുവജന പ്രസ്ഥാനങ്ങൾ എവിടെ പോയി? തെരുവ് പട്ടി. ഇപ്പം നിയാമോളുടെ കേസ് തന്നെ, ആ കൊച്ച് മാലാ കൊച്ച് അവിടെ മരണപ്പെട്ടിട്ട് ഒരാളെങ്കിലും ആ കൊച്ച് ഇവരെ വീട്ടിൽ പോയി അന്വേഷിച്ചോ? ഒരു പാർട്ടി പോയാലും അവിടെ പോയി അന്വേഷിച്ച് എന്തെങ്കിലും ഒരു പ്രതിഷേധം നടത്തിയോ? എന്തുകൊണ്ട് ഇവർ വരുന്നില്ല? ഇതിനകത്തൊരു കച്ചവട വോട്ട് രാഷ്ട്രീയം നടക്കുകയാണ്. എന്താണ് വോട്ട് രാഷ്ട്രീയം? ഇവിടെ തെരുവ് പട്ടികളുടെ അംബാസഡർ പറയുന്നത് മേനകാ ഗാന്ധിയാണ്. മേനകാഗാന്ധിനെ ആണ് ഇവരെല്ലാവരും ശപിക്കുന്നത്. തെരുവുപട്ടി കടിക്കുമ്പോൾ എല്ലാവരും ഒന്നടങ്കം ശപിക്കുന്നത് മേനകാഗാന്ധിയാണ്. മേനകാഗാന്ധി BJPയുടെ ഒരു നേതാവായതുകൊണ്ട്
ഇവിടെ വോട്ട് പോകുന്നത് BJP മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ LDFനും UDFനും വോട്ട് പോകുന്നില്ല എന്നൊരു ആ ഒരു ഇടുങ്ങിയ മനസ്സുകൊണ്ട് മാത്രമാണ് ഇവരാരും രംഗത്ത് വരാത്തത്. ഞാൻ പറയുന്നത് ഇന്ത്യയിലും മൊത്തം സ്ഥിതി വളരെ മോശമാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും തെരുവ് പട്ടികൾ വാഴുകയാണ്. ഇവിടെ കേരളത്തിലെ തെരുവ് പട്ടികളെ നമുക്ക് മാറ്റുവാനായിട്ട് കേരളത്തിലെ 99% ജനങ്ങളും ഒരേ സ്വരത്തിൽ പറയുകയാണ് ഈ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് തെരുവ് പട്ടികൾ മാറ്റുവാനായിട്ട്. പണ്ട് 2001 വരെ തെരുവ് പട്ടികളെ കൊന്നിരുന്ന നാടാണ് നമ്മുടെ ഇന്ത്യ രാജ്യം. ഞാൻ കറുകുറ്റി പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു 1987 കാലഘട്ടങ്ങളൊക്കെ. അന്ന് എൻ്റെ പഞ്ചായത്തിൽ വരുന്ന പട്ടികളെ കൊല്ലുന്നതിനായി പട്ടിപിടുത്തക്കാർക്ക് 50 രൂപ, വെറും 50 രൂപ കൊടുത്ത് റെക്കോർഡിങ്ങിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന സംഭവമായിരുന്നു. അത്ര നിസ്സാര കാര്യമാണ്. ഞാൻ ഇപ്പോൾ പറയുന്നത് 2001 തെരുവ് പട്ടി സ്നേഹികളോ അതായത് ഈ പേവിഷ മരുന്ന് കമ്പനി ലോബികളെല്ലാം ചേർന്ന് സുപ്രീം കോടതി പോയി അവിടെ ഉയർന്ന വക്കീൽമാരെ കണ്ട് ജഡ്ജിമാരെ എല്ലാം മനസ്സ് മാറ്റിയിട്ട് ഒരു ഓർഡർ മേടിച്ചെന്ന് പറയണത്. ആ ഓർഡറിൽ തെരുവ് പട്ടികളെ കൊല്ലാൻ പാടില്ല. പക്ഷേ ആ ഓർഡിനകത്ത് വേറെ കാര്യം പറയുന്നുണ്ട്, തെരുവ് പട്ടികളെ ഷെൽട്ടറാക്കാമെന്ന്. പിന്നെ എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല? കേരളത്തിൽ വളരെ എളുപ്പമാണ് ഈ തെരുവുപട്ടികളെ പിടിച്ച് ഷെൽട്ടറാക്കാനായിട്ട്. ഇവിടെ വനപ്രദേശം ഉണ്ടല്ലോ, അവിടെ കൊണ്ടുപോയി ഡോഗ് പാർക്കുകൾ പണിയിട്ട് ഇപ്പം ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഷെൽട്ടറുകൾ പണിയാൻ ആൾക്കാർ സമ്മതിച്ചു. നമുക്ക് വേണ്ടത് എത്രയും പെട്ടെന്ന് ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നും ഈ തെരുവ് പട്ടികളെ മുഴുവനും മാറ്റിയേ പറ്റൂ. കാരണം അത്രയ്ക്കും ഭയാനകമാണ്. ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് പോകുന്നത്. മുഖ്യമന്ത്രി കണ്ണടച്ചിരിക്കണമെന്നില്ല. മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയിക്കാണല്ലോ ചികിത്സിക്കുക, അമേരിക്കയിലേക്ക് പോയി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അദ്ദേഹത്തിന് പണമുണ്ട്, അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഫണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി ക്യൂ നിന്നാൽ മാത്രമേ മരുന്ന് അത് കിട്ടുന്നില്ല. അത്രയ്ക്കും ഭയാനകമാണ് ഇവിടുത്തെ സങ്കടകരമായ. ഇപ്പോൾ ഇവിടെ ഈ നമുക്ക് പദ്ധതികൾ ഇല്ലാത്തതിന്റെ പ്രശ്നമല്ലല്ലോ, പദ്ധതികളുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നമ്മൾ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചതാണ്. നടപ്പാക്കാതെ പോകുന്ന ഇതൊക്കെ ഒരു പ്രകാശനമാണ്. വന്ധീകരണം ABC റൂൾ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ പറ്റിക്കുന്നതാണ്. എന്തുകൊണ്ട് വന്ധീകരണത്തിൽ എത്ര കോടി രൂപ ഇതിന് ചെലവാക്കിയത്? എന്തെങ്കിലും ഒരു മൂവ്മെന്റ് ഉണ്ടോ? ഒരു തെരുവ് പട്ടി, ഒരു പെൺ തെരുവ് പട്ടി ഒരു വർഷത്തിൽ 3 തവണയാണ് പ്രസവിക്കുന്നത്. ഓരോ പ്രസവത്തിലും 10-15 കുഞ്ഞുങ്ങളെ പ്രസവിച്ചു വിടണേ. ഇതിങ്ങനെ പതിമടങ്ങായി 2001 ഏകദേശം ഒരു 50,000 പട്ടി ഉണ്ടായുള്ളൂ കേരളത്തിൽ ആകമാനം. ഇന്നിപ്പോൾ ഒരു സർവേ എടുക്കുകയാണെങ്കിൽ ഒരു 20 ലക്ഷം പട്ടികളുണ്ടാവും, തെരുവ് പട്ടികളുണ്ടാവും ഇവിടെ. അത്രയ്ക്കും പെറ്റുവരികയാണ്. ഇതൊക്കെ മാറ്റാണ്ട് ഇതിനൊരു പരിഹാരം കാണാതെ ഇങ്ങനെ കണ്ണടച്ച് ഇരുട്ടാക്കിക്കൊണ്ട് പോയാൽ ഞാൻ പറയുന്നത് എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഒരു സർവകക്ഷി യോഗം വിളിക്കാനായിട്ട് മുന്നോട്ട് വരുന്നില്ല? അതിനകത്ത് ഒരു സർവകക്ഷി യോഗം വിളിക്കട്ടെ, ഒന്നല്ലെങ്കിൽ അത്രയും ചെയ്യട്ടെ. കേരളത്തെ നമുക്ക് മാതൃകയാക്കാൻ പറ്റും. അതിന് അത്രയ്ക്ക് എളുപ്പമാണ്. കേരളത്തിലെ മുഴുവൻ തെരുവ് പട്ടികളെ നമുക്ക് മാറ്റി അവർക്ക് നല്ല ജീവിതം കൊടുക്കാം. തെരുവ് പട്ടികൾക്കും ജീവിതമില്ല. ഇപ്പോൾ തെരുവ് പട്ടികളെ വണ്ടി ഇടിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ഇപ്പോൾ തെരുവ് നായ സ്നേഹികൾ എന്ന് പറയുന്ന ആൾക്കാരില്ലേ, ഈ കാപ്പട്ടി സ്നേഹികൾ, വിഷബാധ മരുന്ന് കമ്പനി ലോബികൾ, ഈ തെരുവ് പട്ടി സ്നേഹികൾ നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ. ഈ റോഡിൽ മുഴുവൻ തെരുവ് പട്ടികൾ ഇങ്ങനെ വണ്ടി ഇടിച്ച് ചത്ത് ചെയ്യുന്ന കിടക്കുമ്പോൾ അവരാരും വരുന്നില്ലല്ലോ, അല്ലെങ്കിൽ മുറിവേറ്റ് കിടക്കുന്നവരാരും വരുന്നില്ലല്ലോ. അപ്പോൾ ഈ തെരുവ് പട്ടികൾക്കും ജീവിതമില്ല. തെരുവ് പട്ടികൾ കടിച്ചു കയറി മേലാകെ വ്രണമായിട്ട് നടക്കുന്ന ഈ അവസ്ഥയ്ക്ക് പരിഹാരം കാണാനും സാധിക്കും. ഇവർക്ക് ഡോഗ് പാർക്കുകൾ പണിയിട്ട് ജനങ്ങൾ സ്പോൺസർ ചെയ്യാൻ താല്പര്യമാണ്. ഇവർക്ക് ഭക്ഷണം കൊടുക്കുവാനോ എന്തെങ്കിലും സഹായം ഗവൺമെൻറ്റിന് വേണമെങ്കിൽ കൊടുക്കാൻ തയ്യാറാണ്. മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് സർവകക്ഷി യോഗം വിളിച്ചതിന് പരിഹാരം കാണണം, കണ്ടേ മതിയാവും. അതല്ലെങ്കിൽ ഇവിടെ ഒരു വിമോചന സമരത്തിലേക്ക് പോകണം. ഒരു വിമോചന സമരത്തിലേക്ക് ഇപ്പോൾ ജനങ്ങൾ ഇറങ്ങാൻ റെഡിയാണ്. പക്ഷേ രാഷ്ട്രീയ പാർട്ടികളെ പേടിച്ചിട്ട് ആരും മുന്നോട്ട് വരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ജനസേവ തെരുവ് നായ ഉന്മൂലന സംഘത്തിൻ്റെ പേരിൽ പല സമരങ്ങളും നടത്തി നോക്കിയിട്ടുണ്ട്. ജനങ്ങൾക്ക് വരുവാൻ പേടിയാണ്. ജനങ്ങൾക്ക് വരാൻ പേടി. ഈ രാഷ്ട്രീയ പാർട്ടികൾ പേടിച്ചിട്ട് ആരും വരുന്നില്ല. എല്ലാവരും ഓരോ രാഷ്ട്രീയ പാർട്ടികളെ അടിമകളായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടെ കുറേ ആൾക്കാർ, കോൺഗ്രസിന് കൂടെ കുറേ ആൾക്കാർ, അങ്ങനെ എല്ലാവരും ഛിന്ന ഭിന്നമായി പോയി. ഇവിടെ ആളുകളെ കിട്ടുന്നില്ല. നമുക്കൊരു സമരം, ഒരു വിമോചന സമരം തന്നെ വേണ്ടി വരും. അത്രയ്ക്കും ഭയാനകമാണ്. എൻ്റെ അടുത്ത് ഒരു ദിവസം വിളിച്ചു പറയുന്നത് 100 കണക്കിന് ആളുകളെയാണ്. തെരുവ് പട്ടി കടിച്ചു. ഇപ്പോൾ ചാനലിൽ വാർത്ത വന്നത് ഒരു കൊച്ചു മരണപ്പെടുമ്പോഴോ അല്ലെങ്കിൽ അത്രയും സീരിയസ് കാര്യങ്ങൾ മാത്രമേ ഇങ്ങനെ മീഡിയാസ് വരുന്നുള്ളൂ. കേരളത്തിലെ മീഡിയാസ് ഒരു പരിധിവരെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് വളരെ സന്തോഷം. മറ്റ് സ്റ്റേറ്റിൽ ഇതിലപ്പുറമാണ്. അവിടെ പട്ടി സ്നേഹികൾ എന്ന് പറയുന്ന ആൾക്കാർ വിലസുകയാണ്. എന്തുമാത്രം പട്ടികളെ എവിടെ നോക്കിയാലും. ഇപ്പോൾ ഞാൻ നാളെ ബാംഗ്ലൂർ എയർപോർട്ടിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു 50ഓളം പട്ടികളാണ് അവിടെ ഇങ്ങനെ വിലസുന്നത്. നമുക്ക് അവിടെ പോലും എയർപോർട്ടിൽ പോലും നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലായി. അത്രയ്ക്കും ഇന്ത്യയിലെ ഒരു തീരാശാപമാണ്. ഇതിന് പരിഹാരം കാണണമെങ്കിൽ വളരെ എളുപ്പമാണ്. കേരളത്തെ മാതൃകയാക്കാം എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇനിയിപ്പോൾ തിരിച്ചു വന്നിട്ടെങ്കിലും ഒരു സർവകക്ഷി യോഗം വിളിക്കുക. അതിനു മുമ്പ് എത്ര പേർക്കാണ് മരണപ്പെട്ടതെന്ന് ആർക്കറിയാം, എത്ര പേര് പേ പിടിക്കുന്ന ആർക്കറിയാം. ഇന്നിപ്പോൾ തെരുവട്ടി
പട്ടി കടിച്ച ഈ ആൾക്കാർ ഇപ്പോൾ 1.5 ലക്ഷം പേരുണ്ടല്ലോ നമ്മുടെ ഈ വർഷം തന്നെ പട്ടി കടിച്ചിട്ട്, അവരൊക്കെ മനസ്സ്, അവർ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എപ്പോഴാണ് എന്നെ പേ പിടിച്ച് എനിക്ക് പേ വിഷത കേൾക്കുന്നത്, എപ്പോഴാണ് ഞാൻ രോഗിയാൻ പോണത്, എപ്പോഴാണ് ശരി, താങ്കളുടെ നിലപാട് വ്യക്തമാണ്. അക്കാര്യത്തിൽ രാഷ്ട്രീയ ഇച്ഛാശക്തി വേണം, പരിഹാരം ഉണ്ടാക്കാനെന്നാണ് താങ്കൾ നിർദ്ദേശിക്കുന്നത്. ദയവായി തുടരുക. തിരികെ ഡോക്ടർ ജനേസ് മുണ്ടോടൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ ചില ദൃശ്യങ്ങളൊക്കെ ഓരോ ദിവസം കാണുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്താണ് ഈ തെരുവുനായ്ക്കൾ പിന്നാലെ ചെല്ലുന്നത്. ചില കുഞ്ഞുങ്ങളൊക്കെ ഓടി രക്ഷപ്പെടും, ചിലർക്ക് കടിയേൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കടിയേറ്റാൽ അടിയന്തരമായി എന്ത് ചെയ്യണം എന്നുള്ളതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുൻപിൽ നിർദ്ദേശങ്ങളുണ്ട്. അത്തരത്തിലൊരു ബോധവൽക്കരണം നമ്മുടെ സമൂഹത്തിലേക്ക്, ഈ സ്കൂൾ തലങ്ങളിലേക്ക്, കുട്ടികൾക്കിടയിലേക്കൊക്കെ ചെല്ലേണ്ട ഒരു സാഹചര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ ഇത്തരം സംഭവങ്ങൾ. അത്തരത്തിൽ ഒരു ബോധവൽക്കരണം സമൂഹത്തിൽ നടന്നിട്ടുണ്ടോ ഡോക്ടർ ജനേസ് മുണ്ടോടൻ? ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടികൾ പല സ്കൂളുകളിലായിട്ട് നടന്നു വരുന്നുണ്ട്. ഇത് കൂടാതെ കഴിഞ്ഞ വർഷം ഡിസംബറിലാണെന്ന് തോന്നുന്നു, നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് ലെവലിൽ ഒരു ആക്ഷൻ പ്ലാൻ ഫോർ കൺട്രോൾ റേബീസ് എലിമിനേഷൻ നമ്മുടെ ഒരു ആക്ഷൻ പ്ലാനായിട്ട് ഫോം ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ എല്ലാ ജില്ലകളിലും നമ്മുടെ ജില്ലാ ഹെൽത്ത് സിസ്റ്റം എൻ്റെ കോർഡിനേഷനിൽ നമ്മൾ എല്ലാ സ്കൂളുകളിലും അതുപോലെ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഇതിൻ്റെ ബോധവൽക്കരണം നടത്താനുള്ള പരിപാടികൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. പല ജില്ലകളിലും അത് ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും ഈ പറഞ്ഞ കഴിവതും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തണം എന്നുള്ളതും, അതിന് മുന്നേ തന്നെ പറ്റുമെങ്കിൽ മുറിവ് നല്ല രീതിയിൽ സോപ്പിട്ട് 15 മിനിറ്റെങ്കിലും കഴുകണം. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. എങ്കിലും ഈ ബോധവൽക്കരണം പലയിടത്തുമായിട്ട് ചെയ്തു വരുന്നുണ്ട്. ഡോക്ടർ, ഇപ്പോൾ ഈ തെരുവുനായ്ക്കളുടെ കാര്യം മാത്രമല്ല, ഇപ്പോൾ നമുക്ക് ആക്ച്വലി ഡോക്ടർ പറഞ്ഞോളൂ. നമുക്ക് ഈ ഇപ്പം നേരത്തെ സംസാരിച്ച പറഞ്ഞൊരു കാര്യത്തിലുണ്ടായിരുന്നത് തെരുവുനായ്ക്കളുടെ കടി എണ്ണം കൂടുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാന കാരണം ശരിക്ക് തെരുവുനായ്ക്കളുടെ എണ്ണം കൂടുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ ലാസ്റ്റ് കണ്ട റിപ്പോർട്ടിലുണ്ടായിരുന്നത് കഴിഞ്ഞ 7 വർഷത്തിൽ തെരുവുനായ്ക്കളുടെ എണ്ണം ഏകദേശം ഇരട്ടിയായിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ തെരുവുനായ്ക്കളുടെ എണ്ണം കൂടുമ്പോൾ കടിയുടെ സ്വാഭാവികമായിട്ടും കടിക്കാനുള്ള സാധ്യതയും കൂടുന്നുണ്ട്. നായ്ക്കൾ പൊതുവേ കടിക്കാറുള്ള 2 കാരണത്താലാണ്. ഒന്നെങ്കിൽ ഇവർ കൂട്ടം കൂടുമ്പോൾ ഇവരുടെ ഒരു ഇൻസ്റ്റിങ്ക്റ്റീവ് ബിഹേവിയർ എന്ന് പറയും, നമുക്ക് കൂട്ടം കൂടുമ്പോൾ ആരെങ്കിലും ഓട്ടിച്ചിട്ട് കടിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ്. ഇത് കൂടാതെ ഈ പേവിഷബാധ ഉള്ളപ്പോഴാണ് അല്ലെങ്കിൽ പൊതുവെ പട്ടികൾ കടിക്കാറുള്ളത്. ഇപ്പോൾ കുറച്ച് ദിവസം മുന്നായിരുന്നു കണ്ണൂർ ജില്ലയിൽ പല സ്ഥലത്തായിട്ട് ഒരു പട്ടി ഏകദേശം 50-52 പേരെയോ കടിച്ചു എന്നുള്ളൊരു ന്യൂസ് വന്നത്. ഇങ്ങനത്തെയൊക്കെ സാഹചര്യത്തിൽ ഒരുപാട് പേര് ഒരു പട്ടി കടിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ തീർച്ചയായിട്ടും ആ പട്ടിക്ക് പേവിഷബാധയുണ്ടോ എന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടൊന്നും കൂടെ പറയാമെന്ന് വെച്ചിട്ടാണ്. ഡോക്ടർ, അത് ഓക്കെ. ഇപ്പോൾ ഈ തെരുവുനായ്ക്കളുടെ കാര്യം മാത്രമല്ല, ഇപ്പോൾ നമ്മൾ വീട്ടിൽ വളർത്തുന്ന നായ്ക്കൾ ഉൾപ്പെടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കടിയേറ്റാൽ ഇത്തരത്തിൽ പ്രതിരോധ വാക്സിൻ എടുക്കേണ്ടതുണ്ടോ? അങ്ങനെയൊക്കെ ചില ഘട്ടത്തിൽ ആളുകളൊക്കെ സംശയിക്കുമല്ലോ. പക്ഷേ ഈ കടിയേറ്റാൽ അക്കാര്യത്തിലൊക്കെ അടിയന്തരമായി ചികിത്സ തേടുക എന്നുള്ളത് പ്രാഥമികമായി ചെയ്യേണ്ടത് തന്നെയാണല്ലോ അല്ലേ ഡോക്ടർ? പൊതുവേ നമ്മൾ വീട്ടിൽ വളർത്തുന്ന പട്ടിയാണെങ്കിലും പൂച്ചയാണെങ്കിലും മറ്റേത് മൃഗങ്ങളാണെങ്കിലും അവർ വാക്സിനേറ്റ് ചെയ്യണം എന്നതാണ്. വീട്ടിൽ വളർത്തുന്ന പട്ടിയോ പൂച്ചയോ കടിക്കുകയോ മാന്തുകയോ ചെയ്താൽ അത് അവർ വാക്സിനേറ്റഡ് ആണെങ്കിലും ശരി അല്ലെങ്കിലും ശരി തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ മുറിവ് സോപ്പിട്ട് കഴുകേണ്ടതുമാണ്, വാക്സിൻ എടുക്കേണ്ടതുമാണ്. വീട്ടിലെ പട്ടിയാണ് അത് അല്ലെങ്കിൽ അത് കടിച്ചതോ മാന്തിയതോ അവർ റിസ്ക് അല്ല എന്ന് കാണേണ്ടതില്ല. കാരണം 2 വർഷം മുന്നേ നടന്ന മരണങ്ങളിലും 1-2 മരണങ്ങളും വീട്ടിൽ വളർത്തുന്ന പട്ടി കടിച്ചിട്ട് തന്നെ സംഭവിച്ചതാണ്. അപ്പോൾ അതിനുള്ള പ്രതിരോധ കുത്തിവയ്പ്പ്, അതായത് വാക്സിൻ എന്തായാലും എടുക്കേണ്ടതാണ്. ശരി ഡോക്ടർ, ദയവായി തുടരുക. ശ്രീമതി ഹബീറ നമ്മോടൊപ്പം തുടരുന്നുണ്ട്. ശ്രീമതി ഹബീറ, ഇപ്പോൾ ഈ കുന്നിക്കോട് മേഖല എന്ന് പറയുന്ന അന്ന് നമ്മളത് വാർത്തയായ സമയത്തൊക്കെ ചർച്ചയായതാണ്, പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായതാണ്. ഈ തെരുവുനായുടെ ശല്യം ഉണ്ടായിരുന്ന ഒരു മേഖലയാണോ? അന്ന് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഒക്കെ പ്രതികരണം വന്നിരുന്നതാണ്. അവിടെ നടപ്പാക്കിയ പദ്ധതികളൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് വിശദീകരിച്ചൊക്കെ നമ്മൾ കേട്ടതാണ്. അത്തരത്തിൽ ഈ തെരുവുനായ്ക്കളുടെ ശല്യം ഉണ്ടായിരുന്ന ഒരു മേഖല കൂടിയായിരുന്നു അത്, ശ്രീമതി ഹബീറ. ഇതിന് മുന്നേ നമ്മുടെ നാട്ടിൽ നായ്ക്കളുണ്ടായിരുന്നു. പക്ഷേ ഇത്രത്തോളം വെറി പിടിച്ച ഒരു നായ്ക്കളുടെ കൂട്ടം എൻ്റെ കുഞ്ഞുങ്ങൾ ചെറുപ്പം മുതലേ ഇവിടെ തന്നെയാണ് വളർന്നത്. പട്ടി വരുവാണെങ്കിൽ അവരൊരു കല്ലെടുത്തെറിഞ്ഞാൽ പോലും ഓടിപ്പോകുന്ന പട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഈ നമ്മുടെ വീടിൻ്റെ 4 വശവും നിറച്ച് വേസ്റ്റ് കൊണ്ടിടല. അതായത് ഈ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്ന വഴിയിലെല്ലാം അറവ് മാലിന്യങ്ങളും എല്ലാം കൊണ്ടുവന്ന് തള്ളുകയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് ആരും ഒരു ശ്രദ്ധയും ചെയ്യുന്നില്ല. എൻ്റെ മോളെ പട്ടി കടിക്കുമ്പോൾ, ഇന്ന് എൻ്റെ മോള് മരിച്ചിട്ട് 2 മാസം ആവുകയാണ്.
ജൂലൈ 5 ആയപ്പോൾ 2 മാസമായി. ഞാൻ പട്ടി കടിച്ച് അന്ന് തന്നെ ഞാൻ മെമ്പറിനെ വിളിച്ചിട്ട് പറഞ്ഞു, മെമ്പറെ ടീച്ചറെ ഇതുപോലെ എൻ്റെ മോളെ പട്ടി കടിച്ച് ഇവിടെ വേസ്റ്റ് കൊണ്ടിടുന്ന ശല്യം കൂടുതലാണ്. ഇവിടെ ഞാൻ പറഞ്ഞു ഞാൻ നാളെ പഞ്ചായത്തിൽ വരും, ടീച്ചർ എന്തെങ്കിലും ഇതിനൊരു തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് എടുത്ത് പറഞ്ഞത് പഞ്ചായത്തിൽ പരാതി കൊടുത്തോണ്ട് ഒരു പ്രയോജനമില്ല, പട്ടിക്കെതിരെ പരാതി കൊടുക്കുന്നവർക്കെതിരെ കേസെടുക്കുമെന്ന്. അപ്പോൾ ഇപ്പം എൻ്റെ കുഞ്ഞു മരിച്ച്, അപ്പം ഞാൻ ആർക്കെതിരെ കൊടുക്കേണ്ടത്? സർക്കാരിനെതിരെയോ? ഞാൻ പല പ്രാവശ്യവും ഞാൻ പറഞ്ഞതാണ് ഇതുപോലെ പട്ടിശല്യം കൂടുന്നു, വേസ്റ്റ് കൊണ്ടിടുന്നു, എന്നിട്ടൊന്നും അവർ ഒരു മൈൻഡ് പോലും ചെയ്തില്ല എന്നുള്ളതാണ്. എൻ്റെ കുഞ്ഞു മരിച്ചതിൻ്റെ അന്ന് പോലും റോഡിൽ വേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെ രാത്രി ഒരു 8 മണിയായപ്പോഴത്തേക്ക് നടു റോഡിലാണ് വേസ്റ്റ് കൊണ്ടിട്ടിട്ട് പോയത്. അതും ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, ടീച്ചറെ എനിക്ക് ഇനി ഒരു കുഞ്ഞിനെ കൂടി കൊടുക്കാനില്ല, എന്തെങ്കിലും തീരുമാനം എടുക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു യോ മഹാഭാവികളാണല്ലോ, ഞങ്ങൾ ഇനി കേസ് കൊടുക്കാം, ഞങ്ങളായിട്ട് തന്നെ കേസ് കൊടുക്കാം. അത് പറഞ്ഞതിന് ശേഷം ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. കഴിഞ്ഞ ദിവസം ഇത്രയും കാലത്തിനകത്ത് വെച്ച് എൻ്റെ മോള് പട്ടി കടിക്കുന്ന അന്നാണ് ഇവിടെ ഒരു പേപ്പട്ടിയെ കാണുന്നത്. ഇത്രയും പട്ടികൾ എവിടുന്നാന്നറിയത്തില്ല. ഇതെല്ലാം ഇത്രയൊക്കെ സംഭവിച്ച് കഴിഞ്ഞതിന് ശേഷം ഇവിടെ മേലില ഭാഗത്ത് ഒരു ലോഡ് പട്ടികളെ കൊണ്ടുവന്നിറക്കിയത്, ഒരു ലോഡിൽ. അതിനകത്ത് നിറച്ച് സ്ത്രീകളായിരുന്നു. ആ സ്ത്രീകളാണ് പട്ടിയെ കൊണ്ടുവന്ന് അവിടെ ഇറക്കിയത്. എന്നിട്ട് എല്ലാവരും കണ്ണടച്ച് അവരെ അങ്ങ് പറഞ്ഞു വിട്ടു. അവർ പോകുന്ന വഴിയെല്ലാം ഇവിടെ പട്ടികൾ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഞങ്ങൾക്ക് പുറത്തിറക്കാൻ പറ്റാത്ത രീതിയിൽ നിറച്ച് പട്ടികളാണ് ഇവിടെ. കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ഒരു പേപ്പട്ടി വന്നപ്പോൾ ഞാൻ റോഡിൽ കയറി മെമ്പറിനോട് പറഞ്ഞു, അണ്ണാ ഇതുപോലെ ദാണ്ട പട്ടി റോഡിലോട്ട് കയറി പോകുന്ന കണ്ട അതിന് പേവിഷബാധയുള്ളതാണേ, കണ്ടാലേ അറിയാമെന്ന്. ഞാൻ വീട്ടിലോട്ട് വരാമെന്ന് പറഞ്ഞ് പോയ മനുഷ്യനല്ലാതെ പിന്നെ തിരിഞ്ഞു നോക്കിയില്ല. ആ മനുഷ്യൻ്റെ വീട്ടിന് ഫ്രണ്ടിൽ പോയി കിടന്ന് അന്ന് രാത്രിയാണ് പട്ടി ചത്തത്. എന്നിട്ട് അതിനെ എടുത്ത് കുഴിച്ചിടാനോ എടുക്കാനോ അന്ന് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ആ വഴിയാണ് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നത്. അവിടുന്ന് കുറച്ചപ്പുറത്താണ് തോട്. ഈ വെള്ളം എല്ലാം ഒഴുകി ആ തോട്ടിലാണ് പോകുന്നത്. എന്നിട്ട് ആ മനുഷ്യൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ആ പട്ടി ചത്ത് കിടന്നിട്ട് പോലും ആ മനുഷ്യൻ മൈൻഡ് ചെയ്തില്ല എന്നുള്ളതാ. പിന്നെ എൻ്റെ വീട്ടുകാരാണ് അതിനെ എടുത്ത് കുഴിച്ചിട്ടത്. വിളിച്ച് പറ എൻ്റെ മോൻ്റെ കൂടെ പോയി, എനിക്ക് അതാണ് വലുതെന്ന്. പഞ്ചായത്തുകാർ കണ്ണടച്ചിരിക്കുകയാണ്. അവരെടുത്ത് എന്തെങ്കിലും പറയുമ്പോൾ അവർ പറയുന്നു ഉടനെ മേനകാ ഗാന്ധിയുടെ തലയെ കെട്ടി വെച്ച് രക്ഷപ്പെടുക ചെയ്യുന്നത്. ഒരു തരത്തിൽ പുറത്തിറങ്ങാൻ വയ്യ. ഈ നിമിഷം വരെ പട്ടികളെ കൊണ്ടുള്ള ശല്യം അല്ലാതെ വേറെ നമുക്കൊന്നുമില്ല. പേടിച്ചിട്ടാണ് ജീവിക്കുന്നത്. ശരി, തുടരുക ശ്രീമതി ഹബീറ. പട്ടികളാ മനുഷ്യരെ കടിച്ചു കൊല്ലുന്നത്. അതെ, താങ്കൾ ദയവായി തുടരുക. ശ്രീ ജോസ് മാവേലി, അപ്പോൾ ഹബീറ പറയുന്നുണ്ട് ഈ നാട്ടിൻപുറങ്ങളിൽ ഈ പഞ്ചായത്തുകളിലൊക്കെ എന്താണ് ശരിക്കും നടക്കുന്നത് എന്നുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായാൽ അതിനുശേഷം നമ്മൾ സ്വീകരിക്കേണ്ട ഒരു ജാഗ്രതയുണ്ട്. നമുക്ക് വേണ്ടി തദ്ദേശ സ്ഥാപനങ്ങളടക്കം സ്വീകരിക്കേണ്ട മുൻകരുതലുകളുണ്ട്. അതൊന്നും ഈ താഴെത്തട്ടിൽ ഫലപ്രദമായി നടക്കുന്നില്ല എന്നുകൂടിയാണല്ലോ ഹബീറയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. താങ്കൾ അതിനെ അങ്ങനെ കാണുന്നില്ലേ ശ്രീ ജോസ് മാവേലി? തീർച്ചയായിട്ടും. ഇപ്പോൾ ഞാൻ ഹബീറ എന്ന് പറഞ്ഞ സഹോദരിയുടെ വാക്കുകൾ വളരെ വ്യക്തമായിട്ട് വളരെ 100% കറക്റ്റാണ് പറയുന്ന കാര്യങ്ങളൊക്കെ. അത്രയ്ക്കും എന്താ പറയുക, എല്ലാവരും ഇങ്ങനെ തടി തപ്പുകയാണ്. ഇപ്പോൾ തന്നെ ആ സിസ്റ്റർ പറഞ്ഞല്ലോ, നിയാമോളുടെ അമ്മ, അവരുടെ സങ്കടം നോക്കിയാൽ അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ 100% എല്ലാ അമ്മമാരുടെയും ഇപ്പോഴത്തെ ഒരു ഇതാണ് കേരളത്തിലെ 99% ആൾക്കാരുടെയും അഭിപ്രായം ഇത് തന്നെയാണ്. ഇത്രയും അഭിപ്രായമുള്ള ഒരു നാട്ടിൽ പിന്നെ എന്തുകൊണ്ട് ഇതിനെ മാറ്റാൻ പറ്റുന്നില്ല? എന്തുമാത്രം കോടി രൂപ ഇവിടെ പല വഴിക്കും ചെലവഴിച്ചു കളിയുന്നത്. ഈ തെരുവ് പട്ടികളെ മുഴുവനും എവിടെ കൊണ്ടുപോയി ഡംപ് ഞാൻ ഡംപ് ചെയ്യാൻ പറയണില്ല, എവിടെ കൊണ്ടുപോയി ഡോഗ് പാർക്കുകൾ പണിത് അവർക്ക് ബിരിയാണിയോ എന്ത് സാധനം മേടിച്ചു കൊടുക്കാനുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്, അതിനുള്ള ഫണ്ട് ഇവിടെ ഉണ്ട്, സ്പോൺസർമാരുണ്ട്. സാമ്പത്തികമായിട്ട് 10 പൈസ ഗവൺമെൻറ് മുടക്കണ്ട. മുഖ്യമന്ത്രി ചെയ്യേണ്ടത് ഇതിനൊരു പരിഹാരം കാണുന്നതിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തുക, ആ സൊല്യൂഷൻ വിജയിപ്പിക്കുക. എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അധികാരങ്ങൾ കൈമാറണം. എന്താണ് അധികാരം? അവിടെ നടക്കുന്ന തെരുവുപട്ടികളെ മുഴുവനും അവർ മാറ്റേണ്ട കടമ ആ സ്ഥാപനങ്ങൾക്ക്, ആ പഞ്ചായത്തുകൾക്ക് വേണം. എന്നാൽ ഇത് വളരെ എളുപ്പമായിരിക്കും. അങ്ങനെ ഓരോ പഞ്ചായത്തിലും ഓരോ മുനിസിപ്പാലിറ്റിയിലും ഓരോ കോർപ്പറേഷനിലും വരുന്ന പട്ടികളെ അതോടെയുള്ള ഭരണാധികാരികൾ അവിടെ മാറ്റുന്നതിനുള്ള അധികാരം അത് നിർബന്ധമായിട്ട് കൊടുക്കണം. അതിനാണ് ഞാൻ പറയുന്നത്, മുഖ്യമന്ത്രി ഒരു സർവകക്ഷി യോഗം വിളിച്ചിട്ട് ഇങ്ങനൊരു തീരുമാനം എടുക്കട്ടെ.
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരം കൈമാറട്ടെ. ഒരു തെരുവ് പട്ടി സ്നേഹികൾ അവിടെ വരില്ല, അതറിയാമോ? ഇപ്പോൾ നമ്മൾ സർവകക്ഷി യോഗം വിളിക്കുമ്പോൾ ഈ തെരുവ് പട്ടി സ്നേഹികൾ അവിടെ വരുമോ? ഒരാളവിടെ രംഗത്ത് വരില്ല. ഇവരെല്ലാവരും മാറി നിൽക്കുള്ളൂ. ഇവരൊക്കെ ആർക്കും ചെയ്യാൻ പറ്റിയത് കേസ് കൊടുക്കും എന്ന് പറഞ്ഞ് പേടിപ്പിക്കാൻ മാത്രമേ ഇവർക്ക് പറ്റുള്ളൂ. എൻ്റെ പേരിൽ ഇപ്പോൾ 20 കേസ് എടുത്തിട്ടുണ്ട്, ഞാൻ ഇല്ലെന്ന് പറയണില്ല. കേസ് എടുത്ത് ഇങ്ങനെ മനുഷ്യനെ ഒതുക്കുക എന്നല്ല വേണ്ടത്. തെരുവ് പട്ടികൾ മനുഷ്യരെ കടിച്ചു കയറുമ്പോൾ അവിടെ ജനങ്ങളെ രക്ഷിക്കേണ്ടത് ഇവിടെ നല്ല മനസ്സുള്ള ആൾക്കാരുടെയും ഇവിടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളായ എല്ലാവരുടെയും കടമയാണ്. ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് കണ്ണടച്ച് ഇരുട്ടാക്കിയിരിക്കുകയാണ് ഇവിടെ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. ഇപ്പോൾ ഹബീറാം സിസ്റ്റർ തന്നെ പറഞ്ഞല്ലോ, മേനകാന്തി എന്ന് പറഞ്ഞ് ജനങ്ങൾ തടിയാപ്പുകയാണ്. അപ്പോൾ അവർക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് അവർ തടി ഊരി നിൽക്കുകയാണ്. ഇവിടെ LDFനും UDFനും പേടിക്കേണ്ട. അവർക്ക് പറയാനുള്ളത് മേനകാന്തിയാണ്, BJP ആണ്, കേന്ദ്രമാണ് എന്നും പറഞ്ഞ് തടിയാപ്പുന്നു. ജനങ്ങളുടെ കഷ്ടപ്പാട് ഞാൻ പറയുന്നത്. ഇപ്പോൾ 24 ചാനൽ ഇങ്ങനെ ഒരു മണിക്കൂറോളം ഇങ്ങനെ ഒരു സംഭവം നടത്തുന്നത് വളരെ വളരെ മാതൃകപരമാണെന്ന് ഞാൻ പറയുന്നത്. ഇത് ജനങ്ങളുടെ എല്ലാവരും ആഗ്രഹമാണ്. ഇപ്പോൾ ശ്രീകണ്ഠൻ സാറ് ഇതിന് ഒരു പരിഹാരത്തിന് വേണ്ടി ഇനിയും ഒരു റാലി, ഇപ്പോൾ മയക്കുമരുന്നിനെതിരെ നമ്മൾ റാലി സംഘടിപ്പിച്ചത് വൻ വിജയമായി. അതുപോലെ ഇനിയിപ്പോൾ തെരുവ് നായ്ക്കെതിരെ, തെരുവ് പട്ടികൾക്കെതിരെ ഒരു റാലി സംഘടിപ്പിക്കേണ്ടി വരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു അപേക്ഷയാണ് ഞങ്ങളുടെ 24 ചാനലിൻ്റെ ഒരു സപ്പോർട്ട് കൂടി ഇതിനൊരു പരിഹാരം കാണുവാൻ സാധിക്കണം. കാരണം അതിന് മാത്രം ആൾക്കാരുടെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞല്ലോ വളരെ വ്യക്തമായിട്ട്, ഇത് തന്നെ എല്ലാ അമ്മമാരും എല്ലാ ആൾക്കാരും അഭിപ്രായങ്ങൾ എന്താ പറയുക, പുറത്തിറങ്ങാൻ പറ്റണ്ടേ സാധാരണക്കാർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ഇപ്പം ഞാൻ തന്നെ ഒരു സ്പോർട്സുകാരാണ്. എനിക്ക് വൈകുന്നേരം രാവിലെ ഞാൻ ഓടാനൊക്കെ പോകാറുണ്ടായി. ഇപ്പോൾ എനിക്ക് ഗ്രൗണ്ട് ഇവിടെ ഇല്ലല്ലോ, കേരളത്തിൽ മൊത്തം ഗ്രൗണ്ടുകൾ കുറവാണ്. ഞങ്ങൾ ഓടാൻ പോകുന്നത് റോഡിൽ കൂടെ ആയിരുന്നു. ഇപ്പോൾ എനിക്ക് റോഡിൽ കൂടെ ഓടെങ്കിൽ ഞാനിപ്പോൾ ഒരു വലിയ വടിയും കൈ പിടിച്ചിട്ട് എനിക്ക് ഓടുന്നത്. എൻ്റെ കൂട്ടത്തിലുള്ള ആൾക്കാരൊക്കെ ഓട്ടം നിർത്തി, മിക്കവരെല്ലാം വീട്ടിൽ തന്നെ എക്സസൈസ് അതിലേക്ക് ഒതുങ്ങുകയാണ്. കാരണം പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. അതൊക്കെ പോട്ടെ, ഈ പാവപ്പെട്ട സ്ത്രീകൾ, ജോലിക്ക് പോകുന്ന സ്ത്രീകൾ, അവർ പോലും പോകുന്നില്ല ജോലിക്ക് പോലും. എല്ലാം പോകണമെങ്കിൽ തന്നെ ആയുധങ്ങളൊക്കെ കൊടുക്കേണ്ടി വരുന്നു. അപ്പോൾ അങ്ങനെ അത്രയ്ക്കും സങ്കടത്തിലാണ് കേരളത്തിലെ സ്ഥിതി. ഇതിന് പരിഹാരം കാണാൻ ഞാൻ പറയുന്നത്, മുഖ്യമന്ത്രിക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ലത്? എന്തിനെങ്ങനെ കണ്ണടച്ച് ഇരുട്ടാക്കണം എല്ലാവരെയും? അപ്പോൾ അതിന് പരിഹാരം കാണണമെങ്കിൽ ഒരു സർവകക്ഷി യോഗം വിളിച്ച് തീരാവുന്ന കേസുള്ളൂ. ഇവിടെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ, തെരുവ് പട്ടികൾക്ക്, എല്ലാ തെരുവ് പട്ടികൾക്കും പേവിഷബാധയുണ്ട് എന്ന് നമ്മൾ കരുതണം. കാരണം ഈ തെരുവ് പട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സമ്പർക്കമാണ്. 24 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും സമ്പർക്കമാണ്. ഒരു പട്ടിക്ക്, ഞാൻ ഡോക്ടറോട് വേണമെങ്കിൽ ചോദിച്ചു നോക്കുക, ഡോക്ടർ ഉണ്ടല്ലോ നമ്മുടെ ഈ ചാനലിൽ ചർച്ച ചെയ്യാനായിട്ട്, ഒരു തെരുവ് പട്ടിക്ക് പേ ഉണ്ടെങ്കിൽ സർവ്വ പട്ടികൾക്കും വരും, ഒരു സംശയം വേണ്ട. അതിൻ്റെ സലൈവ, വായല, വെള്ളം നമ്മുടെ ശരീരത്തിൽ മുട്ടിയാൽ മതി, നമുക്ക് പേടിയാവും. നമുക്ക് പേ പിടിക്കുമെന്ന് അറിയാം, പേടിയാണ്. ഇപ്പോൾ പേ പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇഞ്ചക്ഷൻ പോലും വാല്യൂ അതിന് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ പോകുന്നു. അപ്പോൾ എത്രയ്ക്കും ഭയാനകമാണ് ഈ ഒരു അവസ്ഥ. ഈ ഒരു അവസ്ഥയ്ക്ക് പരിഹാരം കാണണം, കണ്ടേ മതിയാവും. ഇപ്പോഴും എല്ലാവരും ആട് എന്ന് പറഞ്ഞ മൃഗത്തെ, ആടിനെ വെട്ടി നമ്മൾ തിന്നുന്നുണ്ട്. പണ്ട് തെരുവ് പട്ടികളെ ആൾക്കാർ കൊന്നു കളഞ്ഞിരുന്നു. ഇവർ ചില സ്ഥലത്തൊക്കെ പട്ടികളെ കൊന്നു തിന്നുന്നുണ്ട്. എന്തുകൊണ്ട് ആ രീതിക്ക് ചിന്തിക്കാൻ പാടില്ല? അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം കാണണമെങ്കിൽ ഒരു മൂവ്മെൻ്റ് ഇവിടെ വേണം. എന്താ പറയുക, എല്ലാവരും ഒരുമിക്കണം. ഇവിടുത്തെ ജനങ്ങൾ ഒരുമിക്കാനായിട്ട് ഒരു പ്രശ്നമില്ല. എല്ലാവർക്കും ഒരഭിപ്രായമാണ് ഉള്ളത്. അത് ഉപയോഗിക്കുക. കേരളത്തെ ഇന്ത്യയിലെ മാതൃകാ സംസ്ഥാനമാക്കുവാൻ വളരെ വളരെ എളുപ്പമാണ്. അത്രയ്ക്കും ജനങ്ങൾ ഒരുമിച്ചു. ഈ വിഷയത്തിൽ ഒറ്റയ്ക്ക് ഒരാളോട് ചോദിച്ചു നോക്കിയാൽ, ഇപ്പോൾ 24 ചാനൽ തന്നെ ഒന്ന് ഇൻ്റർവ്യൂ എടുത്ത് നോക്കിയാൽ എല്ലാവരും അഭിപ്രായം ഒന്ന് തന്നെ ആയിരിക്കും. ആർക്കും തെരുവ് പട്ടി സ്നേഹികൾ എന്ന് പറയുന്ന ആൾക്കാർ കൂടി വന്ന ഒരു എണ്ണം എടുക്കുകയാണെങ്കിൽ ഒരു 50-100 പേരുണ്ടാവും. ഈ 100 ആൾക്കാർക്ക് വേണ്ടിയാണ് ഇത്രയും 3.5 കോടി ജനങ്ങൾ ഇവിടെ കഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇതിന് മാറ്റം വരുത്തിന് വേണ്ടി നമുക്ക് എല്ലാവരും ഒരുമിച്ച് മുന്നേറണം. ഒരു വിമോചന സമരം തന്നെ, തെരുവ് നായ വിമുക്ത കേരളം നമുക്ക് സാധ്യമാക്കണമെങ്കിൽ ഒരു വിമോചന സമരം നമുക്ക് നടത്തേണ്ടിയിരിക്കുന്നു. എന്നാൽ മാത്രമേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെയും എല്ലാം കണ്ണ് തുറക്കുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ട് വന്നിട്ട് എന്തുണ്ടായേ, അവിടെ സുപ്രീം കോടതി ഒരു വിധി പ്രസ്താവിച്ചു, ജല്ലിക്കെട്ട് നടത്താൻ പാടില്ല. പക്ഷേ ജല്ലിക്കെട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു അപകടം പിടിച്ച സംഭവമാണ്. അവർ നടത്താതിരിക്കാൻ ഏറ്റവും നല്ലത്. എങ്കിലും അവിടുത്തെ ജനങ്ങൾ ആ വിഷയത്തിൽ ഒരുമിക്കുകയും അവിടെ നിയമം ഒരു വശത്തും ഇവർ ജല്ലിക്കെട്ടുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങൾ ഒന്നിച്ചാൽ തീരാവുന്ന ഒരു പ്രശ്നമുള്ളോ ഈ കാര്യങ്ങൾ എന്നുള്ളത്? ഇത് ജനങ്ങളുടെ ജീവിതമാണ്. ജനങ്ങൾ ഇങ്ങനെ എന്താ പറയുക, ദിവസേന പേടിച്ച് വിറച്ചാണ് നടക്കുന്നത്. അപ്പോൾ പരിഹാരം കാണണമെന്നാണ് എൻ്റെ ജനകീയ മുന്നേറ്റം വേണമെന്ന് താങ്കൾ പറയുന്നുണ്ട്. അതിഥികൾ ദയവായി തുടരുക. ഡോക്ടർ ജനീസ് നമ്മോടൊപ്പം ഇപ്പോൾ തുടരുന്നുണ്ട്. ഡോക്ടർ, നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുൻപായി ഇപ്പോൾ തെരുവുനായ്ക്കളുടെ ഒരു ബാഹുല്യം അത് ചർച്ചയിൽ പങ്കെടുത്തവരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ തെരുവുനായുടെ കടി ഏറ്റാൽ എന്ത് ചെയ്യണം ആദ്യം എന്നതും, ഒപ്പം ഈ വാക്സിൻ ഫലപ്രദമാകാതെ പോകുന്നത് ഏത് സാഹചര്യത്തിലാണ്, രണ്ട് കാര്യങ്ങളും ഒന്ന് വിശദീകരിക്കാമോ?
ഒന്നുള്ളത് തെരുവനായ കടി കിട്ടി പ്രധാനമായിട്ടും നമ്മളൊന്ന് ആലോചിക്കേണ്ടത് തന്നെയാണ് കടി കിട്ടാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അതിനെക്കുറിച്ചാണ് നേരത്തെ സംസാരിച്ച കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തെരുവനായയുടെ എണ്ണം കുറയ്ക്കാനുള്ള എന്താണോ ശാസ്ത്രീയമായ രീതി അത് എന്തായാലും എടുക്കേണ്ടതാണ്. ഇത് കൂടാതെ തെരുവുനായ്ക്കളെയും നമ്മൾ വീട്ടിൽ വളർത്തുന്ന പട്ടികളെ വാക്സിനേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ തെരുവുനായ്ക്കളെയും വാക്സിനേറ്റ് ചെയ്യണം. പ്രായോഗികത എങ്ങനെയാണെന്നുള്ളത് പഠിച്ചിട്ട് അതിനനുസരിച്ച് നമ്മൾ അവരെയും വാക്സിനേറ്റ് ചെയ്യേണ്ടതാണ്. ഇത് പിന്നെ അടുത്തൊന്ന് വരുന്നത് വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ്. വേസ്റ്റ് കൂടി നിൽക്കുന്നിടത്ത് തന്നെയാണ് കാര്യമായിട്ടും നമ്മൾ തെരുവുനായ ശല്യം കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമുക്ക് ആനിമൽ കൺട്രോൾ സൈഡിലായിട്ട് നമുക്ക് പ്രധാനമായിട്ടും കാണേണ്ടത്. ഇത് കൂടാതെ കടി കിട്ടുന്നതിന് മുന്നേ വാക്സിൻ എടുക്കാനുള്ളൊരു ഓപ്ഷനുണ്ട്, പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ്. അതിപ്പോൾ അതായത് നമ്മൾ കടി കിട്ടിക്കഴിഞ്ഞാൽ എടുക്കുന്ന 4 ഡോസ് വാക്സിൻ കൂടാതെ മുറിവിന് ചുറ്റും എടുക്കുന്ന വാക്സിൻ ഉണ്ട്. അതിന് പകരം 3 ഡോസ് വാക്സിൻ മാത്രമായിട്ട് നമുക്ക് കടി കിട്ടാത്തവർക്കും വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഇതെടുത്തു കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഭാവിയിൽ കിട്ടാതിരിക്കട്ടെ, പക്ഷേ ഒരാൾക്ക് കടി കിട്ടിക്കഴിഞ്ഞാൽ മുറിവിന് ചുറ്റും എടുക്കുന്ന ആ ഒരു ഇമ്മ്യൂണോഗ്ലോബുലിൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുവഴി അതേസമയം വാക്സിൻ മാത്രം 2 ഡോസ് വാക്സിൻ മാത്രം എടുത്താൽ മതി. അപ്പോൾ അതുവഴി നമുക്ക് പ്രൊട്ടക്ഷൻ നേരത്തെ കിട്ടിത്തുടങ്ങും. അതായത് ഒരു ഡിലേ വരുന്നതുകൊണ്ട് ഒരു കടി കിട്ടിയിട്ട് അതിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ കൊടുക്കാൻ വരുന്ന ഒരു ഡിലേ അതുകൊണ്ട് വരുന്ന ആ റിസ്ക് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് പ്രത്യേകിച്ച് തെരുവുനായ കടി കിട്ടാൻ സാധ്യത കൂടുതലുള്ള ആൾക്കാർക്കും അതുപോലെ ചെറിയ കുട്ടികൾക്കും നമ്മൾ കൊടുക്കുന്നതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കേണ്ടതാണ്. ഇനി ഒരു കടി കിട്ടിക്കഴിഞ്ഞാൽ അത് തെരുവുനായ ആയാലും ശരി മറ്റ് ഏത് മൃഗങ്ങളായാലും ശരി, അതായത് ഇപ്പോൾ പൂച്ചയോ മരപ്പട്ടി അതുപോലെ കുരങ്ങ് ഇങ്ങനത്തെയൊക്കെ പല മൃഗങ്ങളും കടിച്ചതായിട്ട് നമുക്ക് നമ്മുടെ ഹോസ്പിറ്റലിൽ വരാറുണ്ട്. മാമൽസ് എന്ന ഗ്രൂപ്പിൽ വരുന്ന ഏതൊരു മൃഗം കടിച്ചു കഴിഞ്ഞാലും പ്രധാനമായിട്ടും ആദ്യം പറയേണ്ടത് സോപ്പിട്ട് കഴുകുക എന്ന് തന്നെയാണ്. 15 മിനിറ്റ് നല്ല രീതിയിൽ സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴുകണം. ആഴത്തിലുള്ള മുറിവുണ്ടെങ്കിൽ ആ മുറിവിൻ്റെ ആഴം മുഴുവനായിട്ടും സോപ്പ് ഇറങ്ങി ചെന്നിട്ടുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അടുത്തത് കഴിവതും പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് എത്തണം. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഡോക്ടേഴ്സ് അത് കണ്ടിട്ട് തീരുമാനിക്കും വാക്സിൻ എടുക്കേണ്ടതുണ്ടോ, അതുപോലെ വാക്സിൻ മാത്രം എടുത്താൽ മതിയോ ഇമ്മ്യൂണോഗ്ലോബുലിൻ വേണമോ എന്നുള്ളത്. ഇമ്മ്യൂണോഗ്ലോബുലിൻ എല്ലാ ഹോസ്പിറ്റലിലും എല്ലാ ഹെൽത്ത് സെൻ്ററിലും അവൈലബിൾ ആയിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അവർ അതിനനുസരിച്ചുള്ള ഒരു സെൻറ്ററിലോട്ട് റെഫർ ചെയ്യുന്നതായിരിക്കും. പിന്നീട് ഓർക്കേണ്ടത് ഇതാണ്, ആ ഒരു സമയത്ത് എടുക്കുന്ന വാക്സിൻ മാത്രമല്ല അത് കഴിഞ്ഞിട്ട് ഫുൾ കോഴ്സ് 1 മാസം നീണ്ടു നിൽക്കുന്ന ഫുൾ കോഴ്സും തീർച്ചയായിട്ടും കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ശ്രീമതി ഹബീറ, ഇപ്പോൾ നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുൻപായി ഈ ഇത്തരത്തിൽ സംഭവങ്ങൾ ഇപ്പോൾ ഒരുപാട് നടക്കുന്നുണ്ട്. നമ്മുടെ മുൻപിൽ ആ കണക്കുകളൊക്കെ ഉണ്ട് ഈ കടിയേൽക്കുന്നവരുമായി ബന്ധപ്പെട്ട്. എന്താണ് അധികാരികളോട് താങ്കൾക്ക് പറയാനുള്ളത്? എല്ലാ കുഞ്ഞുങ്ങളെയും മനസ്സിലെടുത്തില്ലെങ്കിൽ ജനങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു തീരുമാനം എടുക്കണം. ഇത്രയൊക്കെ സംഭവം നടന്നു. ഇന്ന് എൻ്റെ കുഞ്ഞ് മരിച്ചിട്ട് 2 മാസം ആവുന്നു. എല്ലാവരും വന്നു. ആ മെയ് മാസം 5-ാം തീയതി എല്ലാവരും വന്ന് വാഗ്ദാനങ്ങളും ചെയ്തു. ഇവിടെ നിന്ന് എല്ലാത്തിനും ഫേസ് ചെയ്തിട്ട് പോയ പോക്കാണ്. പിന്നെ ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരു മനുഷ്യന് എന്നെ വിളിച്ചിട്ട് ബാധിക്കപ്പെട്ട ആൾ എന്നുള്ള രീതിയിൽ ഒരു മനുഷ്യനെ വിളിച്ചിട്ട് എന്താണ് സംഭവിച്ചത് എൻ്റെ കുഞ്ഞിന്, ഇല്ലെങ്കിൽ എന്ത് പറ്റി എന്ന് ഒരു മനുഷ്യനെ വിളിച്ച് ചോദിച്ചിട്ടില്ല. ഞാനും വോട്ട് ചെയ്തതല്ലേ എല്ലാവർക്കും. എന്നിട്ടാണ് എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ കൊന്നത്. ഞാൻ എന്തെങ്കിലും പരാതി പറഞ്ഞ് ചെല്ലും, പട്ടിയുടെ കാര്യം അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് ചെല്ലും, ഉടനെ പറയാം മേനകാ ഗാന്ധി, ഇല്ലെങ്കിൽ സുപ്രീം കോടതി, ഇല്ലെ ഹൈക്കോടതി എന്ന് പറഞ്ഞ് അവരങ്ങ് കൈ ഒഴിഞ്ഞു പോവാണ്. അപ്പൊ പിന്നെ നമ്മുടെ നാട് ഭരിക്കുന്നതാരാ? ഇവർക്കൊക്കെ തീരുമാനം എടുക്കാവുന്നതല്ലേ ഉള്ളൂ. നമ്മൾ വിശ്വസിച്ചല്ലേ ഇവരെയൊക്കെ പിടിച്ച് തലപ്പത്തിരുത്തിയിരിക്കുന്നത്. നമുക്കൊരു മുന്നണി നല്ല രീതി ജീവിക്കാൻ നല്ല ഇതുണ്ടാകും എന്ന് വിചാരിച്ചിട്ടല്ലേ ഇവരെയൊക്കെ പിടിച്ച് നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. ഞാൻ എൻ്റെ കുഞ്ഞിനെ ബലി കൊടുത്തിട്ടിരിക്കുകയാണ്. എന്നിട്ട് ഒരു മനുഷ്യനും ഇപ്പം എൻ്റെ മോള് മരിച്ചു കഴിഞ്ഞിട്ട് ഇപ്പം എത്ര പേർക്ക് അപകടം സംഭവിച്ചു? അപ്പം ഇവർക്ക് ആർക്കും സംഭവിക്കുന്നില്ല. ഇവരെല്ലാം കാറിലും ഇതിലും ഇവരെ മക്കളായാലും അവരെ കുടുംബത്തിൽ വരുന്ന ജനറേഷനായാലും എല്ലാവരും അവർക്കതായ വാഹനങ്ങളിലാണ് അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നടു റോഡിൽ കൂടെ നടക്കുന്ന മനുഷ്യനായാലും കുഞ്ഞുങ്ങൾക്കല്ലേ ഇത് സംഭവിക്കുന്നത്. അപ്പോൾ വോട്ട് ചെയ്ത ജനങ്ങൾ മന്ദബുദ്ധികൾ അല്ലേ? അപ്പം ഞങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ തലപ്പത്ത് പിടിച്ചെടുത്തിരിക്കുന്നത്. അവർ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു നരക ജീവിതം തന്നേക്കാണ്. ഇവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ശരി, അങ്ങനെ ചെയ്തിരുന്നുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞായിരിക്കും ലാസ്റ്റോടെ തീർന്നേനെയായിരുന്നു.
തീർച്ചയായും അത് വ്യക്തമാണ്. സമയക്കുറവ് കൊണ്ടാണ് ഇടപെടുന്നത് ഇതിനൊരു ശ്രീമതി. തീരുമാനം എടുക്കണം. അതെ. എന്തെങ്കിലും നമ്മൾ പറഞ്ഞ നിങ്ങൾ പട്ടിയെ കൊല്ല്, നമ്മൾ പട്ടിയെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തലയ്ക്കായി കേസ്. ശരി, ഏതായാലും ഇടപെടൽ വേണമെന്നാണ് അപ്പൊ താങ്കൾ എന്റെ ആവശ്യപ്പെടുന്നത്. കുഞ്ഞിനൊരു വ്യക്തമാണ്. വിലയില്ലാതായെന്ന് ഞാൻ സമയക്കുറവ് കൊണ്ടാണ് ചോദിക്കുന്നത്. ഇടപെടുന്നത് ഈ ശ്രീമതി മനുഷ്യർ- ഹബീറ. സമയക്കുറവ് കൊണ്ടാണ് ഇടപെടുന്നത്. ആണ് ഇത്രയും മനുഷ്യര് അതെ, ആണ് ഇത്രയും മനുഷ്യര് പട്ടി കടിച്ചു. ഇവരൊക്കെ എത്ര കാലം ജീവിക്കുമെന്ന് ഇവർക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റുമോ? ശരി, അത് വ്യക്തമാണ്. സമയക്കുറവ് മൂലമാണ് ഇടപെടുന്നത് ശ്രീമതി ഹബീറ. ശ്രീ ജോസ് മാവേലി, താങ്കളുടെ അഭിപ്രായം കൂടി. എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ഒരു തീരാശാപമാണ് തെരുവ് പട്ടികളും. അതോടൊപ്പം തന്നെ എല്ലാ സ്ഥലത്തും ഞാൻ പല സ്റ്റേറ്റിലും പോയിട്ടുണ്ട്. തെരുവ് കുരങ്ങൾ അതിന് മാത്രമുണ്ട്. അതുപോലെ തന്നെ പശുക്കൾ, വന്യമൃഗങ്ങൾ. ഇപ്പോൾ ജനങ്ങൾക്ക് ജീവിതം ഇവിടെ ഇല്ല. ഇന്ത്യയിൽ മൊത്തത്തിൽ പറയുകയാണ് കേട്ടോ. വേറെ ഒരു രാജ്യത്തും, ഞാൻ പല വിദേശ രാജ്യങ്ങളിലും പോയിട്ടുണ്ട്, ഒരു രാജ്യത്തും ഇതുപോലെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ ഈ തെരുവിലറിയുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങളൊരു സ്ഥാപനം തുടങ്ങിയായിരുന്നു, ജനസേവാ ശിശുവൻ. ഞാനിപ്പോൾ ഈ രംഗത്ത് വരാൻ കാരണം അവിടെ വരുന്ന കുഞ്ഞുങ്ങളുടെ അമ്മമാരെല്ലാവരും കയ്യിലും കാലിലൊക്കെ മുറിവുകളുണ്ട്. ഇന്ന് ഇന്ത്യയിലെ ഒരു തീരാശാപമാണ് തെരുവിൽ അലയുന്ന കുട്ടികൾ. കണ്ടമാനം കുഞ്ഞുങ്ങൾ ഇങ്ങനെ തെരുവിൽ ഇപ്പോൾ അലയുകയാണ്. നാടോടികൾ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവർ. ഞങ്ങളിപ്പോൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ജനസേവ. ഞങ്ങളിപ്പോൾ രാജസ്ഥാനിൽ തന്നെ തുടങ്ങിയിട്ട് അവിടെ 1000 കുട്ടികൾക്ക് ഞങ്ങളിപ്പോൾ വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഇങ്ങനെ തെരുവിൽ അറിയുന്ന കുട്ടികളില്ല. മറ്റ് സ്റ്റേറ്റിലെ കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ ഇന്ത്യയുടെ വികസനം എവിടെയാണ്? ഇന്ത്യയുടെ വികസനം നമുക്ക് നടത്തണമെങ്കിൽ കേരളത്തെ ഒരു മോഡലാക്കാൻ സാധിക്കും. അതാണ് ഞാൻ മുഖ്യമന്ത്രിയോട് പറയുന്നത്. സ്നേഹം കൊണ്ടാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹമാണ് പറയുന്നത്. കേരളത്തെ ഒരു മോഡലാക്കൂ മുഖ്യമന്ത്രി. ഒരു സർവകക്ഷി യോഗം ഈ വിഷയത്തിൽ വിളിക്കൂ, കേരളത്തെ മാതൃകയാക്കൂ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും അത്തരത്തിൽ ഇടപെടൽ വേണമെന്നാണ് താങ്കൾ ആവശ്യപ്പെടുന്നത്. അതിഥികൾക്ക് നന്ദി. ഡോക്ടർ ജനേസ് മുണ്ടോട്, അസിസ്റ്റന്റ് പ്രൊഫസർ കമ്മ്യൂണിറ്റി മെഡിസിൻ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മഞ്ചേരി. ശ്രീമതി ഹബീറ, അതോടൊപ്പം ശ്രീ ജോസ് മാവേലി. ഈ ചർച്ച പൂർത്തിയാവുകയാണ്.